आज शिप बिल्डिंग, शिप रिपेयरिंग और एलपीजी इंपोर्ट टर्मिनल इंफ्रास्ट्रक्चर का भी लोकार्पण हुआ है। ये सुविधाएं केरला और भारत के इस दक्षिणी क्षेत्र के विकास को गति देंगी। मेड इन इंडिया एयरक्राफ्ट कैरियर आईएनएस विक्रांत के निर्माण का ऐतिहासिक गौरव कोच्चि शिपयार्ड के पास है. രാജ്യത്തിൻ്റെ പൊതുവായ വികസനത്തിൽ കേരളം നൽകുന്ന മികച്ച പിന്തുണയുടെ ഉദാത്തമായ ദൃഷ്ടാന്തം കൂടിയാണ്. മേക്ക് ഇൻ ഇന്ത്യയിലെ അവിഭാജ്യ ഘടകമായി മെയ്ഡ് ഇൻ കേരള മാറുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണവും കൂടിയാണ്. മെയ്ഡ് ഇൻ കേരള ഉൽപ്പന്നങ്ങൾ ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്താകെ ശ്രദ്ധ ആർജിക്കുകയാണ്. നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്തിന്റെ യശസ്സ് ഉയർത്തുന്നതിൽ കേരളം എന്ന കൊച്ചു സംസ്ഥാനം നൽകുന്ന സംഭാവനകളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് കൊച്ചിയിലുണ്ടായത്. 4000 കോടി രൂപയുടെ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതി നടപ്പാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച കേരളത്തെ അനുമോദിച്ചു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് മെയ്ഡ് ഇൻ കേരള നൽകുന്ന സംഭാവനകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. രാജ്യത്തിന്റെ പൊതുവികസനത്തിന് കേരളം നൽകുന്ന സംഭാവനകൾ വിസ്മരിക്കപ്പെടരുത് എന്ന ശക്തമായ സന്ദേശം മുഖ്യമന്ത്രിയുടെ വാക്കുകളിലുണ്ട്. 2 ആഴ്ചയ്ക്കകം ഒരേ സ്ഥലത്തേക്കുള്ള മോദിയുടെ രണ്ടാം വരവ് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് വ്യക്തമാണ്. വെറുമൊരു കല്യാണം കൂടലല്ല, ഒരു തെക്കേ ഇന്ത്യൻ ദൗത്യമാണ് മോദിയുടെ ലക്ഷ്യം എന്ന് വിലയിരുത്തപ്പെടുന്നു. പ്രധാനമന്ത്രിയുടെ 2 ദിവസത്തെ സന്ദർശനത്തിന്റെ ആകെ തുക പരിശോധിക്കുകയാണ് ന്യൂസ് ആൻഡ് വ്യൂസ്. ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് CPIM പ്രതിനിധി VK സനോജ്, കോൺഗ്രസ് പ്രതിനിധി സേനാപതി വേണു, BJP പ്രതിനിധി പ്രിന്റു മഹാദേവൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ M ജയചന്ദ്രൻ. ഈ ന്യൂസ് ആൻഡ് വ്യൂസ് ആദ്യം ഈ ചർച്ചയിലേക്ക് പോകുന്നത് BJPയുടെ പ്രതിനിധിയായി വന്നിരിക്കുന്ന പ്രിന്റു മഹാദേവനിലേക്കാണ്. ശ്രീ പ്രിന്റു മഹാദേവൻ, 2 ആഴ്ചയ്ക്കുള്ളിൽ സന്ദർശനം, അത് ഒരേ സ്ഥലത്ത് റോഡ് ഷോ നടക്കുന്നു, ഗുരുവായൂർ തൃപ്രയാർ സന്ദർശനങ്ങൾ നടക്കുന്നു, BJPയുടെ ബൂത്ത് തല ഭാരവാഹികളെ അഭിസംബോധന ചെയ്യുന്നു. ഷിപ്പ്യാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങളിലും ആ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു. എന്തായിരുന്നു 2 ദിവസത്തെ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം? ലോകാരതനായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി 17-ാം തീയതി തുടങ്ങി 2 തവണ നമ്മളുടെ കേരളം സന്ദർശിച്ചു എന്ന് പറഞ്ഞു, ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. അതിനുള്ള കാരണം ഇത്രയേ ഉള്ളൂ, ഈ കേരളത്തിലെ ജനങ്ങളെയും കേരളത്തിലെ വികസനത്തെയും അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ഭരണകൂടമാണ് ഭാരതത്തിലുള്ളത്. ആ ഭരണകൂടത്തിൻ്റെ തലവൻ എന്ന രീതിയിൽ കേരളത്തിൻ്റെ അടിസ്ഥാന വികസനത്തിൽ, സാമൂഹിക ക്ഷേമത്തിൽ കേന്ദ്ര സർക്കാർ പുലർത്തുന്ന നയപരമായിട്ടുള്ള സർക്കാരിൻ്റെ പങ്കാളിത്തവും അതിനുള്ള ശുഷ്കാന്തിയുമാണ് നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടു കൂടിയിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ന് അദ്ദേഹം നമുക്കറിയാം 4 പരിപാടികളാണ് പങ്കെടുത്തത്. ഒന്ന് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം, 2 ചരിത്ര പ്രാധാന്യമുള്ള നമ്മളുടെ തൃപ്രയാർ രാമക്ഷേത്രത്തിൽ പങ്കെടുക്കുന്നു, അവിടെ മലയാള രാമായണം എന്ന് പറയുന്ന കുട്ടികളുടെ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നു, കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പൈതൃകത്തെ അംഗീകരിച്ചുകൊണ്ട് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം ഇന്നറിയാം കൊച്ചിയിൽ 2 പരിപാടി, ഒന്ന് സാധാരണ പാർട്ടി പ്രവർത്തകർ 12,500ഓളം ബൂത്ത് തലത്തിലുള്ള പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം ചെയ്തത് നോക്കൂ, ഈ രാജ്യത്തിലെ 4000 കോടിയുടെ നിക്ഷേപം നമ്മുടെ കൊച്ചി ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ നടത്തിക്കൊണ്ട് കൊച്ചി ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷവും പരോക്ഷവുമായിട്ട് 20,000 പേർക്ക് തൊഴിൽ നൽകാവുന്ന ഒരു വലിയ പദ്ധതിക്കാണ് ഈ രാജ്യത്തിന് തുടക്കമിട്ടിട്ടത്. സ്വാഭാവികമായിട്ട് അറിയാലോ, നമുക്കറിയാം കേരളത്തിലെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇന്ന് ലോകോത്തര നിലവാരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്.
3 പദ്ധതികൾ, ആ പദ്ധതികൾ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള 4000 കോടി എന്ന് പറയുന്നത് ഈ രാജ്യത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യക്ഷവും പരോക്ഷവുമായി ഈ പദ്ധതി നടപ്പിലാക്കുന്നതോടെ 20,000 പേർക്കാണ് തൊഴിൽ ലഭിക്കുന്നത്. അതുപോലെ സൗത്ത് ഇന്ത്യയിൽ ഇപ്പോൾ എൽ പി ജിയുടെ പ്ലാന്റ് വന്നതോട് കൂടിയിട്ട് ഈ ഇന്ധനക്ഷാമവുമായി ബന്ധപ്പെട്ട് സൗത്ത് ഇന്ത്യയുടെ പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു. ഒന്ന്, കൊച്ചി ഒരു അന്താരാഷ്ട്ര കപ്പൽ അറ്റകുറ്റ നിർമ്മാണ കേന്ദ്രമായിട്ട് മാറുന്നു. ലോകോത്തര നിലവാരമുള്ള കപ്പലുകൾ ചരക്ക് ട്രേഡുമായി ബന്ധപ്പെട്ട് ഉൾനാടൻ ജലഗതാഗതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം മെട്രോയുടെ വികസനം തന്നെയാണ്. മേക്കപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളം നടപ്പിലാക്കിയിട്ടുള്ള മെട്രോ പദ്ധതി, ആ പദ്ധതിയുടെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഇന്ന് പൊതുപ്രവർത്തകരെ അദ്ദേഹം അഭിസംബോധന ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം ഈ രാജ്യത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വികസനത്തിന് നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങളും നേട്ടങ്ങളും പ്രവൃത്തികളുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കേവലം ഏതെങ്കിലും ഒരു പദ്ധതി പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസംഗമല്ല അദ്ദേഹം നടത്തിയത്. അദ്ദേഹം നടത്തിയത് അടിസ്ഥാന ജനവിഭാഗത്തിന് വേണ്ടി ഈ സർക്കാർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യത്തെ കൃത്യമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചു. അതിനുള്ള കാര്യം നമുക്കറിയാം, 25 കോടി ജനങ്ങളെ ദരിദ്രനാരായണന്മാരായിട്ടുള്ള ജനങ്ങളെ ദാരിദ്ര്യത്തിൽ മോചിപ്പിക്കുന്ന അദ്ദേഹം ചെയ്തിട്ടുള്ള പദ്ധതികളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. നമുക്കറിയാം, ഈ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ പഠിക്കുന്ന 10ാം വർഷത്തിലേക്ക് കടക്കുന്നു. 10 രൂപയുടെ അഴിമതി ആരോപണമില്ലാത്ത ഒരു സർക്കാർ ഇന്ത്യയുടെ ചരിത്രത്തിൽ നമുക്കറിയാം. കോൺഗ്രസിൻ്റെ ഒരു 30 വർഷത്തെ ഭരണമുണ്ടായി, പിന്നെ കൂട്ടുകക്ഷി ഭരണമുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ദശലക്ഷക്കണക്കിന് കോടിയുടെ അഴിമതിയുടെ കണക്കാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. വികസനം എന്നാൽ അഴിമതിയല്ല എന്ന് ഈ രാജ്യത്തിലെ ജനങ്ങളെ പഠിപ്പിച്ച നരേന്ദ്രമോദി സർക്കാർ അതിൻ്റെ മാർക്ക് ലിസ്റ്റുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഗ്രേഡുമായിട്ട് അതായത് കൃത്യമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കേരളത്തിൽ അടിത്തറയിടുന്ന ഒരു പരിപാടിയാണ് പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ 2 ദിവസം കേരളത്തിൽ നടത്തിയത് എന്നത് വ്യക്തമാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. കോൺഗ്രസ് പ്രതിനിധി സേനാപതി വേണുവിലേക്കാണ്. ശ്രീ സേനാപതി വേണു, പ്രധാനമന്ത്രിയുടേത് തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയാണ്. ഇത് കേരളത്തിൽ ചലനമുണ്ടാക്കില്ല എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വയ്ക്കുന്നു. ഒപ്പം UDFിൻ്റെ പ്രമുഖ ഘടകകക്ഷിയായ പി കെ കുഞ്ഞാലിക്കുട്ടിയും ഘടകകക്ഷി നേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടിയും സമാനമായ അഭിപ്രായം പറഞ്ഞു വയ്ക്കുകയാണ്. ഇത്തരത്തിൽ 2 ദിവസം ഇവിടെ റോഡ് ഷോ നടത്തുന്നു. അയോധ്യയുടെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി തൃപ്രയാറും ഗുരുവായൂരുമെല്ലാം സന്ദർശിച്ച് അത്തരത്തിൽ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം നിലനിർത്താൻ പ്രധാനമന്ത്രി ബോധപൂർവം ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒപ്പം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം, അത് വളരെ പേഴ്സണലായ ഒരു കാര്യമാണ്. പക്ഷേ ഗുരുവായൂർ സന്ദർശനവും ഈ രാമക്ഷേത്ര സന്ദർശനവും എല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഈ മോദിയുടെ സന്ദർശനം കൊണ്ട് BJPക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ചലനം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുമോ? അല്ല, മോദി അത് ആഗ്രഹിച്ചാണ് വരുന്നത്. ചലനം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് മോദിയുടെ സന്ദർശനം. അത് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ പ്രിന്റു മഹാദേവനെ പോലുള്ള ആളുകൾ അതിനെന്ത് ന്യായീകരണങ്ങൾ പറഞ്ഞാലും, കഴിഞ്ഞ 3-ാം തീയതി അദ്ദേഹം ആദ്യത്തെ സന്ദർശനം നടത്തി 2 ലക്ഷത്തോളം മഹിളകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരുടെ മഹിളാ പ്രവർത്തകരെ ഒരു വലിയ സമ്മേളനമാണ് തൃശ്ശൂരിൽ നടന്നത്. അതിനുശേഷം 3-ാം തീയതിക്ക് ശേഷം 16-ാം തീയതി അദ്ദേഹം വന്നു. 16-ാം തീയതിയും 17-ാം തീയതിയുമായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ 4 പരിപാടികൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട പരിപാടികൾ എന്ന് പറയുന്നത്, ഒന്ന് കഴിഞ്ഞ ദിവസം നടന്ന മഹിളകളുടെ സമ്മേളനവും അല്ലെങ്കിൽ വനിതാ സമ്മേളനവും, അതിനുശേഷം ഇന്നലെ അദ്ദേഹം നടത്തിയ റോഡ് ഷോയും ആ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ വന്ന പൊതുജനം. ബാക്കി അവരുടെ പാർട്ടിയുടെ ബൂത്ത് കമ്മിറ്റി എന്ന് പറയുന്നത് പാർട്ടിയുടെ ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് വന്ന ഈ 2 ജനക്കൂട്ടമാണ്. ഇവിടെ നീലിമ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ അകത്ത് ഒരു ചലനത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ സ്നേഹിതൻ ശ്രീ പ്രിന്റു മഹാദേവ് വിയോജിക്കും എന്നാൽ കൂടി പറയുകയാണ്. എറണാകുളം ജില്ലയിൽ 14 അസംബ്ലി നിയോജക മണ്ഡലങ്ങളുണ്ട്. 14 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലായി ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഒരു ശരാശരി 1.25 ലക്ഷം മുതൽ 2.25 ലക്ഷം വരെ. അപ്പൊ ശരാശരി നമുക്ക് 2 ലക്ഷം ജനങ്ങൾ ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ. ഇപ്പം ചെറിയ വ്യത്യാസം ഉണ്ടാവും, സബ്ജക്ട് ടു കറക്ഷൻ. ചിലടത്ത് 1.5 ലക്ഷം. അപ്പോൾ ശരാശരി നമ്മൾ കൂട്ടിയാൽ ഒരു 1.25-2 ലക്ഷം ജനങ്ങളാണ് ഓരോ അസംബ്ലി നിയോജക മണ്ഡലത്തിലും ഉള്ളത്. അപ്പോൾ എറണാകുളത്തെ 14 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്ന് 5000 ആളുകളെ വിളിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിൽ നിന്ന് 14-70,000 ആളുകൾ പങ്കെടുക്കേണ്ടതാണ്. അപ്പൊ ഇന്നലെ BJPയുടെ നേതാക്കളും അവരുടെ മീഡിയ വിഭാഗവും അവരുടെ വക്താക്കളും ഒക്കെ പറയുന്നത് ഇന്നലെ 50,000 ആളുകളെ പങ്കെടുപ്പിച്ചിട്ടുള്ള റോഡ് ഷോയാണ്. ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇന്നലെ ഞാൻ പല TV ചാനൽ ചർച്ചകളിലും കാണുമ്പോൾ ശാന്തൻപാറ ഞങ്ങളുടെ പ്രദേശങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആളുകളെ
എന്ന് പറഞ്ഞാൽ ഈ റാലിയിൽ നിൽക്കുന്ന ആളുകളെ കാണുന്നു. അവരൊക്കെ അവിടെ പോയത് കുഴപ്പമാണെന്നുള്ള അർത്ഥത്തിലില്ല. ഞാൻ പറഞ്ഞത് 150 കിലോമീറ്റർ അകലെ എറണാകുളത്ത് നിന്ന് ആളുകൾ 150 കിലോമീറ്റർ അകലെ നിന്നുള്ള ആളുകളെ വരെ BJP-ക്കാർ എത്തിച്ചിട്ടും അവരുടെ അംഗസംഖ്യ എന്ന് പറയുന്നത് 50,000 അവർ പറയുന്നത്. അവർ തന്നെ പറയുന്ന ഒരു കണക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എറണാകുളം ജില്ലയിലെ ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിലെ 5000 ആളുകളെ അവർ പങ്കെടുപ്പിക്കുകയാണ് എങ്കിൽ 3,400,000 ആളുകൾ അല്ലെ 10,70,000 ആളുകൾ എറണാകുളത്ത് തന്നെ പങ്കെടുക്കാനായിട്ട് അവർക്ക് കഴിയും എന്നുള്ളതാണ്. അപ്പോ ഈ 4-5 ജില്ലകളിലെ ഇടുക്കി, ആലപ്പുഴ, എറണാകുളം, കോട്ടയം, തൃശ്ശൂര്, പാലക്കാട് ജില്ലയുടെ ഭാഗങ്ങൾ, ഈ ജില്ലകളിൽ നിന്നെല്ലാം ആളുകളെ കൊണ്ടുവന്നിട്ട് എത്തിച്ചിട്ടും ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 50,000 അല്ലെങ്കിൽ 50,000-ൽ താഴെ മാത്രമാണ് എന്നുള്ളതാണ്. അപ്പം ഈ 2 സമ്മേളനങ്ങളും, അത് തൃശ്ശൂരിലെ സമ്മേളനമാണെങ്കിലും 2 ലക്ഷം വനിതകൾ പങ്കെടുത്തു എന്ന് തന്നെ വിചാരിക്കുക. അത് കേരളത്തിലെ ഏതാണ്ട് 9-10 ജില്ലകളിൽ നിന്നായിട്ടുള്ള വനിതാ പ്രവർത്തകരെയാണ് പങ്കെടുപ്പിച്ചിട്ടുള്ളത്. അപ്പം ആൾക്കൂട്ടങ്ങൾ ഇങ്ങനെ ഇരച്ചു കയറുന്നു എന്നൊക്കെ BJP-ക്കാർ പ്രചരണം നടത്തുമ്പോൾ അതൊന്നും എന്താ പറയുക, ഒരു സമൂഹത്തിന്റെ പരിച്ഛേദമായിട്ടുള്ള ജനത അവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ് അവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഇവിടെ BJP-യുടെ പ്രതിനിധിയെ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഈ ചർച്ചയുടെ തലക്കെട്ട് തന്നെ പറയുന്നത് മോദിയുടെ സന്ദർശനം കേരളത്തിൽ എന്ത് മാറ്റം കൊണ്ടുവരും എന്നുള്ളതാണ്. മോദിയുടെ റോഡ് ഷോ മാറ്റം കൊണ്ടുവരുമായിരുന്നുവെങ്കിൽ ആ മാറ്റം കർണാടകത്തിൽ വളരെ പ്രകടമായിട്ട് ദക്ഷിണേന്ത്യയിൽ കാണേണ്ടതായിരുന്നു. മോദിയുടെ റോഡ് ഷോ ആണ് തെരഞ്ഞെടുപ്പിൽ വോട്ടിന്റെ മാനദണ്ഡമെങ്കിൽ അത് തെലങ്കാനയിൽ കാണേണ്ടതായിരുന്നു. അപ്പൊ അദ്ദേഹം ചോദിക്കും, അങ്ങനെയാണെങ്കിൽ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും. ശരിയാണ്, ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ ഒരു വിഷയമായതുകൊണ്ട് ഞാൻ വിനയപുരസരം പറയാൻ ആഗ്രഹിക്കുന്നു, ഈ റോഡ് ഷോയൊക്കെ അത് BJP-യുടെ ഒരു എന്താ പറഞ്ഞേ, പ്രധാനമന്ത്രിയുടെ ഒരു ഗിമ്മിക്കുകളിൽ ഒന്ന് മാത്രം എന്നതിനപ്പുറത്തേക്ക് ഇതുകൊണ്ട് ഇവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക മാറ്റവും കേരളത്തിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇല്ല. ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത്, BJP-യെ സംബന്ധിച്ച് അവരുടെ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് അത് 2016-ലെ അസംബ്ലി തെരഞ്ഞെടുപ്പായിരുന്നു. ആ അസംബ്ലി തെരഞ്ഞെടുപ്പിന് അവരുടെ ഒരു പരമാവധി, കാരണം വെള്ളാപ്പള്ളി നടേശന്റെ നായാടി മുതൽ നമ്പൂതിരി വരെ, അല്ലെങ്കിൽ നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള മുഴുവൻ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ BDJS-ഉം BJP-യും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് നടത്തിയ ഒരു വലിയ മുന്നേറ്റമായിരുന്നു 2016-ലെ അസംബ്ലി തെരഞ്ഞെടുപ്പ്. അവരുടെ വോട്ട് ഷെയറിങ് ഏറ്റവും കൂടുതലായിട്ടുണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണ് 2016-ലെ തെരഞ്ഞെടുപ്പ്. അതിനുശേഷം 2019-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിൽ നിന്ന് താഴേക്ക് പോവുകയാണ്. BJP-ക്ക് അനുകൂലമായ ഒരുപാട് ഘടകങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ശബരിമല വിഷയങ്ങളെ ഒക്കെ സംബന്ധിച്ച്. പക്ഷെ അവർ താഴേക്ക് പോവുകയാണ് ചെയ്തത്. അതിനുശേഷം കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് BJP-ക്ക് അങ്ങനെ പ്രത്യേകമായി കേരളത്തിൽ വോട്ട് വർദ്ധിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും പ്രത്യേകമായ ഒരു കാരണം ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ ഇപ്പൊ 4,000 കോടിയുടെ വികസന പദ്ധതി, കൊച്ചിൻ ഷിപ്പ്യാർഡ്, അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും ഒക്കെ കാലഘട്ടങ്ങളായി വന്നിട്ടുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡ്, അവിടെ INS വിക്രാന്ത് പോലുള്ള യുദ്ധക്കപ്പലുകൾ, അതിന്റെ എന്താ പറയുക ഡീകമ്മീഷനും അതിന്റെ നവീകരണവും, ഇതൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്ന, അവിടെ പുതുതായിട്ട് ഇപ്പൊ 4,000 കോടിയുടെ പുതിയ വികസനം എന്ന് പറയുന്നത് അതൊരു പുതിയ പദ്ധതിയല്ല. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പരമ്പരാഗതമായി കാലങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്ന, ഇവിടെ ഉണ്ടായിരുന്ന ആ വികസനത്തിന് ഇപ്പോൾ പുതിയൊരു ഗവൺമെന്റ് 4,000 കോടി രൂപ മുടക്കി എന്നുള്ളത് അത് ശ്ലാഘനീയമാണ്, അഭിനന്ദനാർഹമാണ്. അതിനെയൊന്നും നമ്മൾ കുറച്ച് കാണുന്നില്ല. അതെല്ലാ കാലഘട്ടങ്ങളിലും ഇവിടെ നടന്നു. പക്ഷേ എന്റെ വിനീതമായ ഒരു ചോദ്യം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് ജനുവരി മാസം 17-ാം തീയതിയായി, ഫെബ്രുവരി 15 കൂടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാവും. അപ്പോൾ 30 ദിവസം, ഏറിയാൽ 40 ദിവസം മാത്രമാണ് രാജ്യത്ത് ഒരു പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനി അവശേഷിക്കുന്ന ദിവസം. അല്ലെങ്കിൽ 60 ദിവസം ഉണ്ടെന്ന് കൂട്ടുക, 2 മാസം, അതിനപ്പുറത്തേക്ക് പോവില്ല. അപ്പൊ ഈ 60 ദിവസം നിൽക്കുന്ന സമയത്ത് ആണോ ഈ 4,000 കോടിയുടെ വികസനം പ്രഖ്യാപിക്കേണ്ടിയിരുന്നത്? ഇത് കുറച്ചുകൂടെ മുമ്പേ ആകരുതോ എന്ന് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയുടെ കൗതുകത്തോടു കൂടി നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് നീലിമ, ഇത് വെറും തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ചില സ്റ്റണ്ടുകളും പ്രചരണങ്ങളും മാത്രമാണ് എന്ന് BJP-ക്കാർക്ക് നിലപാട്. കോൺഗ്രസിന്റെയും അതുപോലെ UDF-ന്റെയും നിലപാട് അത്തരത്തിൽ തന്നെയാണ്. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ M ജയചന്ദ്രനിലേക്ക് പോവുകയാണ്. ശ്രീ M ജയചന്ദ്രൻ, കാര്യങ്ങളെ വളരെ വസ്തുനിഷ്ഠമായി കാണുന്ന ഒരാൾ എന്ന നിലയിൽ മോദിയുടെ ഈ 2 ആഴ്ചക്കിടയിലെ 2ാം വരവ് BJP-ക്ക് ഏതെങ്കിലും വിധത്തിലുള്ളൊരു ചലനം സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഞാൻ കോൺഗ്രസ് പ്രതിനിധിയിൽ നിന്ന് ആരാഞ്ഞത്. ഒരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടാക്കില്ല എന്ന് അദ്ദേഹം മറുപടി പറയുകയും ചെയ്തു. ഇത് ഇപ്പോൾ ഉയരുന്ന ചോദ്യം, ഇത് ക്ഷേത്രമാണോ വികസനമാണോ, എന്താണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടി ഘട്ടത്തിൽ പ്രസക്തമാണ്. നീലിമ, ഇത് വളരെ വലിയ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്
പ്രധാനമന്ത്രിയുടെ 15 ദിവസത്തിനുള്ളിൽ രണ്ടാമത്തെ സന്ദർശനവും കേരളത്തിലെത്തുന്നതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത. ഈ മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കുന്നു, മോദിയെ സംബന്ധിച്ച്, BJPയെ സംബന്ധിച്ച്. അത് കേരളത്തിൽ അങ്ങനെ സാധൂകരിക്കുന്നില്ലെങ്കിൽ വേണ്ടാന്നേ. പക്ഷേ തെക്കേ ഇന്ത്യൻ സംസ്ഥാനത്ത്, ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്ത് കിടക്കുന്ന കേരളത്തിൽ ഇവിടെ വന്ന് കേന്ദ്ര പദ്ധതികൾ, അതും പ്രത്യേകിച്ച് കൊച്ചിൻ പോർട്ടുമായി ബന്ധപ്പെട്ട പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ അതിന് നിശ്ചയമായും ഉള്ള ഒരു ഇമ്മീഡിയറ്റ് ഗോൾ എന്ന് പറയുന്നത്, ഒന്ന്, പിന്നെ അടുത്ത മാസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് കോഡ് ഓഫ് കണ്ടക്റ്റ് പ്രഖ്യാപിക്കാനിരിക്കുന്നു. ഇലക്ഷൻ്റെ തീയതികളൊക്കെ അതുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്നു. അതൊക്കെ ഉണ്ട്. പിന്നെ സ്വാഭാവികമായും പിന്നെ ഈ മൂലധന കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ചും ഷെയർ മാർക്കറ്റ് അതുപോലുള്ള ട്രേഡിംഗ് സെൻറ്ററുകളിലൊക്കെ ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ നിക്ഷേപ വാഗ്ദാനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ചലനങ്ങൾ, അത് നന്നായി ബോധ്യപ്പെടുന്ന ആൾ തന്നെയാണ് നിശ്ചയമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആ ഒരു ഭാഗം, ഇതൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ അതിന് അദ്ദേഹം വനിതാ സമ്മേളനം തിരഞ്ഞെടുക്കുന്നു. ഇപ്പോൾ ഇന്നലെയും ഇന്നുമായി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം, തൃപ്രയാർ ക്ഷേത്ര ദർശനം തുടങ്ങിയവ തിരഞ്ഞെടുക്കുന്നു. ഇനി നേരത്തെ യുവ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം, അതുപോലെ ഇനി എന്തെങ്കിലും വരാം. പക്ഷേ ഇതിൻ്റെ ഈ പ്രഖ്യാപനത്തിൻ്റെ, ഈ നിക്ഷേപത്തിന് ഇത്രയും നിക്ഷേപിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ അലവലികൾ അങ്ങനെ അങ്ങ് ഈ ധനമൂലധന മേഖലയിൽ അടങ്ങില്ല എന്നുള്ളത് മറ്റാരേക്കാൾ നന്നായി അറിയുന്ന ആളാണ് പ്രധാനമന്ത്രി. അതവിടെ നിൽക്കട്ടെ. പക്ഷേ കേരളത്തിൻ്റെ പ്രശ്നം ഇതൊന്നും അല്ല. ഇത്തരം കാര്യങ്ങളിൽ പിന്നെ മൂലധന നിക്ഷേപം കേരളത്തിലാണ് നടത്തുന്നത് എന്നുള്ള ഒരു പ്രത്യേകത ഒഴിച്ചാൽ കേരളം നേരിടുന്ന പിന്നെ ഈ വളരെ ഗുരുതരമായ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിർദ്ദേശമെങ്കിലും ഈ പ്രധാനമന്ത്രി വെച്ചിട്ടുണ്ടോ, മുമ്പോട്ട് വെക്കുന്നുണ്ടോ, വെക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് കേരളീയർ ഉന്നയിക്കുന്നത്. അതുണ്ടാവില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെയാണ് പിന്നെ അടുത്ത മാസം 8-ാം തീയതി പാർലമെൻറ്റിൽ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ ധർണ ഇരിക്കാനായിട്ട് പിന്നെ നമ്മുടെ മന്ത്രിസഭയും ജനപ്രതിനിധികളും ഒക്കെ തയ്യാറെടുത്ത് മുമ്പോട്ട് പോകുന്നതും അതേ ദിവസം തന്നെ കേരളത്തിൽ നിറയെ ബൂത്ത് തലത്തിലുള്ള സദസ്സുകളുമുണ്ട്. ഇത് മറ്റൊരു കാര്യം കൂടെ കേട്ടോ. ഇത് മാത്രമല്ല, ഈ നോട്ട് നിരോധനം വന്ന 2016 തൊട്ട് പിന്നാലെ 2017 കേരളത്തിന് സമാനമായ മറ്റൊരു സമരം ഏറ്റെടുക്കേണ്ടി വന്നിരുന്നത് എന്താണെന്നറിയുമോ? അത് സഹകരണ മേഖല, കേരളത്തിലെ സഹകരണ മേഖല മുഴുവനും പിന്നെ ഭയങ്കര പ്രശ്നങ്ങളാണ്. സഹകരണ മേഖല CPM ഏതാണ്ട് കൊള്ളയടിക്കുകയാണ് എന്ന തരത്തിലുള്ള ദുരാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സഹകരണ മേഖലയെ വ്യാപകമായി ടാർഗറ്റ് ചെയ്ത് തകർക്കാൻ ഉദ്ദേശിക്കുന്ന നടപടികൾ പ്രഖ്യാപിക്കുന്ന ഘട്ടം വന്നപ്പോൾ സംസ്ഥാന മന്ത്രിസഭ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും അടക്കം കേരളത്തിൽ കേന്ദ്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഓഫീസായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരുവനന്തപുരത്ത്, അവിടെയാണ് പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടി വന്നത്. അത് നമ്മുടെ മുമ്പിലുണ്ട്. എന്നിട്ട് ആ ഒരു പ്രതിഷേധത്തിൽ നിന്ന് പാഠം ഇവർക്ക് ഉൾക്കൊള്ളാതിരിക്കാൻ കഴിഞ്ഞില്ല. സഹകരണ മേഖലയെ അങ്ങ് കയറി പിടിക്കാൻ കഴിയില്ല കേരളത്തിൽ എന്ന് ബോധ്യപ്പെടുന്നത് അപ്പോഴാണ് കേന്ദ്ര സർക്കാരിന്. അത് മറ്റൊരു കാര്യം. പക്ഷേ അത് ചെയ്യേണ്ടി വന്നു കേരളത്തിന്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനിലേക്ക് തന്നെയാണ് ഇപ്പോൾ അടുത്ത മാസം 8-ാം തീയതി കേരളത്തിനെ ബോധപൂർവ്വം വലിച്ചിഴക്കുന്നത്. ഇത് മാത്രമല്ല ചെയ്യുന്നത്. അല്ല, ഞാൻ അങ്ങയിലേക്ക് വരാം. ഇപ്പോൾ CPIM പ്രതിനിധി VK സനോജിലേക്കാണ്. VK സനോജ്, ആദ്യമേ അങ്ങയിലേക്ക് എത്താനായിരുന്നു ശ്രമിച്ചത്, പക്ഷേ ചില തടസ്സങ്ങൾ മൂലം അതിന് കഴിഞ്ഞില്ല. ഇതിൽ ഉയരുന്ന രാഷ്ട്രീയ ചോദ്യം എന്ന് പറയുന്നത്, മോദിയുടെ സന്ദർശനത്തിന് ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത് 2ാം തവണയാണ് എത്തുന്നത്. അതും ഒരേ സ്ഥലത്ത് തന്നെ, തൃശ്ശൂർ കേന്ദ്രീകരിച്ച് അദ്ദേഹം എത്തുകയാണ്. ഇതിൻ്റെ ലക്ഷ്യം തീർച്ചയായും തെരഞ്ഞെടുപ്പ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒരു വികസന പദ്ധതികൾ, 4000 കോടിയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ചടങ്ങ് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി അദ്ദേഹത്തിൻ്റെ ക്ഷേത്ര ദർശനങ്ങൾ, തൃപ്രയാർ, ഗുരുവായൂർ ക്ഷേത്ര ദർശനങ്ങൾ, അതുപോലെ BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗമെല്ലാം വളരെ കൃത്യമായി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോകുന്നതിൻ്റെ വലിയ സൂചനകൾ, അത്തരത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഒരുക്കത്തിലേക്കുള്ള പ്രസംഗമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. യഥാർത്ഥത്തിൽ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പയറ്റിയ ഒരു തന്ത്രം, കൃത്യമായ വർഗീയ ധ്രുവീകരണം ക്ഷേത്രങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നടത്തുന്നു എന്ന വലിയ വിമർശനവും ഉയരുന്നുണ്ട്. CPIM എങ്ങനെയാണ് ഇതിനെ കാണുന്നത്?
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഏതാണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഘട്ടം നമ്മൾ നേരത്തെ കണ്ടു. എറണാകുളം കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള യുവ എന്ന പേരിൽ നടത്തിയിട്ടുള്ളൊരു സമ്മേളനം കണ്ടു. അതിനുശേഷം ഇപ്പം തൃശ്ശൂരിൽ നടത്തിയിട്ടുള്ള വനിതാ സമ്മേളനം കണ്ടു. അതിനെ തുടർന്ന് വീണ്ടും കേരളം ലക്ഷ്യം വെച്ച് വിവിധങ്ങളായ പ്രചരണ പരിപാടികൾ നടത്തുകയാണ്. ഇപ്പോൾ റോഡ് ഷോ ഉൾപ്പെടെ നടത്തി ഈ പ്രധാനമന്ത്രി അവിടെ കൃത്യമായ രാഷ്ട്രീയമാണ് കേരളത്തിലെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവരുടെ മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം ആളുകൾക്കിടയിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ കേരളം എന്തുകൊണ്ട് BJP ഈ നിലയിൽ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നു എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ കേരളത്തിൽ രാഷ്ട്രീയമായി തങ്ങൾക്ക് സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഒരു പാഠം പഠിപ്പിക്കും എന്നാണ് നേരത്തെ പല ഘട്ടങ്ങളിലും ഇവരുടെ നേതാക്കന്മാർ തന്നെ ആക്രോശിച്ചത്. അപ്പോൾ കേരളം അവർക്ക് അത്ര എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ കഴിയാത്ത നാടാണ് എന്ന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് BJPയുടെ മറ്റ് നേതാക്കന്മാരെന്നൊക്കെ അവരെ ഇങ്ങോട്ട് അയച്ച് കൂടുതൽ പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇവിടെ വളരെ നേരത്തെ തന്നെ വന്ന് ക്യാമ്പ് ചെയ്യുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും കേരളത്തെ അത്ര ആ നിലയിൽ കീഴ്പ്പെടുത്താൻ വേണ്ടി കഴിയുന്ന പ്രശ്നമില്ല. കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രബുദ്ധതയോടുകൂടി നല്ല രാഷ്ട്രീയ ഉൾക്കാഴ്ചയോടുകൂടി കാര്യങ്ങൾ നോക്കിക്കാണാൻ ശേഷിയുള്ളവരാണ്. ഇപ്പോൾ കേരളത്തിൽ ഇവർ ചില വികസന പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ കേരളത്തിന് എന്തെങ്കിലും ഇവരുടെ ഒരു ഔദാര്യമല്ലല്ലോ. ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിൻ പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞു കേരളത്തിനുള്ള ഓണസമ്മാനമാണ്, കേരളത്തിനുള്ള വിഷു സമ്മാനമാണ് എന്നൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ അവകാശമാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ അവകാശമായിട്ടുള്ള പല കാര്യങ്ങളെയും ഇവരുടെ ഒരു ഔദാര്യമായിട്ട് കണക്കാക്കിയിട്ടാണ് ഇവിടെ കൈകാര്യം ചെയ്തത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായതിൻ്റെ 74-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ 74-ാമത്തെ റിപ്പബ്ലിക്ക് ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ യൂണിയൻ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സ്റ്റേറ്റ്, ഒരു രാജ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിൻ്റെ ഭരണാധികാരികൾ, ആ സ്റ്റേറ്റിൻ്റെ ജനപ്രതിനിധികൾ പ്രധാനമന്ത്രിയുടെ ആസ്ഥാനത്തേക്ക് തലസ്ഥാന നഗരിയിലേക്ക് സമരവുമായി പോകുന്നു എന്നാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ എന്തുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ മന്ത്രിമാരും ജനപ്രതിനിധികളെല്ലാം സമരവുമായി അങ്ങോട്ട് പോവേണ്ടി വരുന്നു? അപ്പോൾ കേരളത്തിന് അർഹമായിട്ടുള്ള പല വിധത്തിലുള്ള ആനുകൂല്യങ്ങളും പിടിച്ചു വെച്ചിട്ടാണ് ഇവിടെ വന്നിട്ട് ചില പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഇരട്ടത്താപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ 57,400 കോടി കേരളത്തിന് അർഹമായ നികുതി വിഹിതമാണ്, പല ഇനത്തിലും കൂടി നമുക്ക് നഷ്ടമായ തുകയാണ്. ഈ തുക ഇത്രയും കോടി കേരളത്തിന് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന ചോദ്യം ഇവിടെ ശക്തമായി ഉയർത്തേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ നികുതിയിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോയിട്ട് ആ നികുതിയുടെ വിഹിതം ഇവിടെ കിട്ടുന്നുണ്ടോ? ഇപ്പോൾ കേരളത്തിൽ നിന്ന് 1 രൂപ കൊണ്ടുപോയി കഴിഞ്ഞാൽ 46 പൈസയാണ് കേരളത്തിന് തിരിച്ചു കൊടുക്കുന്നത്. എന്നാൽ ബീഹാറിൽ അത് തിരിച്ചു കൊടുക്കുമ്പോൾ 7 രൂപ 7.06 പണമായി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ബീഹാറിൽ മധ്യപ്രദേശിൽ 2.42%. അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ 2.7 ഇതായിട്ട് തിരിച്ചു കൊടുക്കുന്നു. പക്ഷേ കേരളത്തിൽ വെറും 46% അല്ലെങ്കിൽ 46 പൈസ എന്ന നിരക്കിലാണ് ഇങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഇതിനകത്തുള്ള വിവേചനം. കേരളം അർഹിക്കുന്ന, കേരളത്തിന് അവകാശപ്പെട്ട ഇങ്ങനെ പല നിലയിലും കിട്ടേണ്ട കാര്യങ്ങളെ പലതരത്തിലുള്ള സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞ് കേരളം ആ പേപ്പർ കൊടുത്തിട്ടില്ല, കേരളം ഇങ്ങനെ കണക്ക് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിൽ നിഷേധിക്കപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുന്ന, കേരളത്തിലെ ജനങ്ങളോട് അങ്ങേയറ്റം ഇരട്ട നീതിയാണ് ഇവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നത് കൃത്യമായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇതെല്ലാം ഇവിടെ ശക്തമായി പ്രചരിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിലാണ് പ്രധാനമന്ത്രി നേരിട്ട് ഇവിടെ വന്ന് ചില റോഡ് ഷോ ഒക്കെ നടത്തി മറ്റു തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. മറ്റൊരു കാര്യം കൂടി പ്രധാനമന്ത്രിയോട് ചെയ്യുന്നു. മറ്റൊരു കാര്യം ചെയ്യുന്നത്, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കേണ്ട ആളാണ്. പക്ഷേ ഒരു മതത്തിൻ്റെ പൗരോഹിത്യ വേഷം കൂടി പ്രധാനമന്ത്രി അണിയുകയാണ്. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ഇറക്കുന്നു. അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ, അതിനെയെല്ലാം ദുർബലപ്പെടുത്തുന്ന നിലയിലേക്കാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പല ഘട്ടത്തിലും പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ മറ്റെല്ലാ ഇടപെടലുകളിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് നാം മറന്നുപോകരുത്. ശരി, വി കെ സനോജ് CPM-ൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഇപ്പോൾ BJPയുടെ പ്രതിനിധി പ്രിൻഡു മഹാദേവനിലേക്ക് കൂടി പോവുകയാണ്. പ്രിൻഡു ആദ്യമേ ഈ ചർച്ചയിൽ പങ്കെടുത്ത് കൊണ്ട് പറഞ്ഞ അഭിപ്രായം, കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചും ഇവിടുത്തെ ക്ഷേമത്തെക്കുറിച്ചും അങ്ങേയറ്റം കൺസേണുള്ള, ഉത്കണ്ഠയുള്ള ഒരു സർക്കാരാണ് കേന്ദ്രത്തിൽ ഭരണത്തിൽ ഇരിക്കുന്നതെന്നാണ്. ഇപ്പോൾ നോക്കൂ, സനോജ് പറഞ്ഞു വെച്ച ഒരു കാര്യം, 57,400 കോടി രൂപയുടെ
കേന്ദ്രം വെട്ടിക്കുറവ് കേരളത്തിന് വരുത്തിയിരിക്കുകയാണ് വിവിധ ഇനങ്ങളിൽ. കിഫ്ബിയുടെ വായ്പ പോലും പൊതുകടത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങേയറ്റം ശ്വാസം മുട്ടിക്കുന്ന ഒരു അവസ്ഥ കേരളത്തിനുണ്ട്. ഇത് ഉയർത്തിക്കൊണ്ടാണ് ഫെബ്രുവരി 8-ാം തീയതി രാജ്യതലസ്ഥാനത്തേക്ക് സംസ്ഥാന സർക്കാർ സമരവുമായി ഇറങ്ങാൻ പോകുന്നത്. കോടതിയിൽ സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ഹർജിയും സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. എങ്ങനെയാണ് നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒത്തുപോകുക? അല്ല, ഇതിനകത്ത് ഇടതുപക്ഷത്തിൻ്റെയും അല്ലെങ്കിൽ UDFിൻ്റെയും ഒരു രാഷ്ട്രീയ ആരോപണത്തിനപ്പുറത്തേക്ക് ഇതിനകത്ത് യാതൊരു കഴമ്പുമില്ല. നോക്കൂ, ഒന്ന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ കൃത്യമായിട്ട് ഈ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യം മാത്രം ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ ചെയ്താൽ മതി. അത് കൃത്യമായിട്ട് നടപ്പിലാക്കുന്നുണ്ടോ? ഓരോ പദ്ധതികളും നിങ്ങൾ നോക്കൂ, കൃത്യമായിട്ട് ഫണ്ട് വക മാറ്റിക്കൊണ്ട് കൃത്യമായി ഫയലിംഗ് നടത്താതെ കോടിക്കണക്കിന് രൂപ കേന്ദ്രത്തിൽ നിന്ന് കൈപ്പറ്റിയിട്ട് അതിൻ്റെ കണക്കും ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ കണക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ. നിങ്ങൾ കണക്കിൻ്റെ പേരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സാങ്കേതികത്വം എന്നുള്ളതല്ല സാർ. ഒന്ന് നോക്കൂ, നിങ്ങൾ നമ്മളുടെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ കാര്യം. 2, നമ്മളുടെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട്. 3, കേരളത്തിൽ ഉച്ചക്കഞ്ഞി വിതരണവുമായി ബന്ധപ്പെട്ട്. 4, IGSTയുമായി ബന്ധപ്പെട്ട്. ഏതു മേഖലയിലാണ് കേരള സർക്കാർ കൃത്യമായിട്ട് കണക്കുകൾ സമർപ്പിച്ചിട്ടുള്ളത്? നമുക്കറിയാലോ, AG എന്ന് പറയുന്ന ഒരാളെ റബ്ബർ സ്റ്റാമ്പാക്കി നിർത്തിയതല്ലല്ലോ കേരളത്തിൽ. നിങ്ങൾ കൃത്യമായി കണക്ക് നോക്കിയിട്ട് കണക്ക് കൊടുത്ത് ഏത് കാര്യത്തിലാണ് കൃത്യമായി കേന്ദ്രം പണം തരാത്തത്? നിങ്ങൾ നോക്കൂ, ഒന്ന് കൃത്യമായ ഒരു ധനകാര്യ മാനേജ്മെൻ്റ് ഇല്ലാതെ ഈ തകർന്നടിഞ്ഞ ഒരു കേരള മോഡലിനെ പിൻപറ്റിക്കൊണ്ട് കിഫ്ബിയുടെ പേര് പറഞ്ഞുകൊണ്ട് മസാല ബോണ്ട്, ഇതൊക്കെ സത്യത്തിൽ കേരളത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ തകർച്ചയിലേക്കാണ് വഴിതെളിച്ചത്. ഇന്ന് നോക്കൂ, കേരളത്തിൻ്റെ പൊതുകടം എന്ന് പറയുന്നത് GDPയുടെ 39.1%. 39.1% കടമുള്ള ഒരു സംസ്ഥാനത്തിന് വീണ്ടും കടകടക്കാനുള്ള അനുവാദമില്ല. അത് കേന്ദ്ര സർക്കാരിൻ്റെ പോളിസിയല്ല. 2003 കേന്ദ്ര സർക്കാർ പാസാക്കിയ നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് കടമെടുക്കാനുള്ള അർഹതയില്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നത്. അത് നരേന്ദ്രമോദിയോ നിർമ്മല സീതാരാമനോ പറയുന്നതല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദുരാരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടുണ്ട്. ആ പ്രോഗ്രസ് റിപ്പോർട്ട് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന അന്ന് മുതൽ ഈ 10 വർഷം ഈ കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗത്തിന് വേണ്ടി എന്തു ചെയ്തു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 4 മേഖലയിലാണ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. ഒന്നാമത്തെ മേഖല ഈ രാജ്യത്തിലെ യുവാക്കൾ, രണ്ടാമത്തെ മേഖല എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ, മൂന്നാമത്തെ മേഖല എന്ന് പറഞ്ഞാൽ കർഷകർ, നാലാമത്തെ ഈ ദരിദ്രനാരായണന്മാരായിട്ടുള്ള ഈ രാജ്യത്തിലെ ജനങ്ങൾ. സ്വാഭാവികമായിട്ട് ഈ 4 മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് യുവം പോലെയുള്ള പരിപാടി ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. 2 ലക്ഷം സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടി ഞങ്ങൾ നടത്തിയല്ലോ. 33% സംവരണം ഈ രാജ്യത്തിലെ സ്ത്രീകൾക്ക് അവരുടെ അവകാശമായിരുന്നല്ലോ. എത്ര കാലമായി ഇത്, എത്ര തവണ നമ്മുടെ പാർലമെന്റിനകത്ത് വന്നു, ഏതൊക്കെ രീതിയിലുള്ള കോപ്രായങ്ങൾ നമ്മൾ കണ്ടു. സുശക്തമായ ഒരു ഭരണകൂടം 33% ഈ രാജ്യത്തിലെ സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തുമ്പോൾ അതിന് എങ്ങനെയാണ് ഞങ്ങൾ സ്ത്രീപക്ഷീകരണത്തിൻ്റെ ആളുകളെല്ലാം നിങ്ങൾ പറയാം? നോക്കൂ, കേരളത്തിൽ മാത്രം നിങ്ങൾ നോക്കൂ, നമുക്കറിയാം കേരളത്തിലെ പദ്ധതികളുടെ മാത്രം നിങ്ങൾ കണക്കുകൾ നോക്കുക. കേരളത്തിൽ ജൽജീവൻ മിഷൻ നോക്കൂ, 20 ലക്ഷം പേർക്കാണ് ഈ കുടിവെള്ളം പദ്ധതി പ്രകാരം അതിന് ഉപഭോക്താക്കൾ കേരളത്തിൽ 20 ലക്ഷം പേർ. അടുത്ത പദ്ധതിയാണല്ലോ ഈ PM-ൻ്റെ ലൈഫ് മിഷനെ പറ്റി പറയുന്ന സമയത്ത് കേന്ദ്രം തരുന്ന 75,000 കോടിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു കണക്കിൻ്റെ കളി പറയാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തിലെ 4.12 കോടി ജനങ്ങൾക്കാണ് രാജ്യത്തിൽ വീടില്ലാത്തവർ. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ രാജ്യത്തിൽ ഈ ഭരണകൂടം അവസാനിക്കുന്ന സമയത്ത് ഈ രാജ്യത്ത് വീടില്ലാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. ഈ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകളുടെ ശരിയായിട്ടുള്ള ക്രമക്കേടുകൾ ഉണ്ടായതിൻ്റെ പേരിലല്ലേ ആ പണം കേരളത്തിൽ കൃത്യമായിട്ട് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായത്? നിങ്ങൾ നോക്കൂ, ആയുഷ്മാൻ ഭാരത് പോലുള്ള പദ്ധതികൾ കേരളത്തിൽ നോക്കൂ, കേരളത്തെ നിങ്ങൾ അവഗണിക്കുന്നതിൽ പറയും 75 ലക്ഷം പേരാണ് ഈ പറയുന്ന ആയുഷ്മാൻ ഭാരതത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിന് ഗുണഭോക്താക്കളായിട്ട് ഈ കേരളത്തിൽ മാത്രം ലഭിച്ച ഉപഭോക്താക്കളുടെ എണ്ണം എന്ന് പറയുന്നത് 4300 പേരാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ കാർഷിക മേഖലയിൽ 23 ലക്ഷം പേർക്കാണ് നിങ്ങൾ നോക്കൂ ഈ നമ്മുടെ കിസാൻ യോജന പ്രകാരം 6000 രൂപ കിട്ടുന്നത്. എല്ലാ അർത്ഥത്തിലും ഈ രാജ്യത്തിലെ വികസനത്തിനൊപ്പം കേരളം വികസിക്കണമെന്നുള്ള ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സർക്കാരാണ്. അതുകൊണ്ടാണല്ലോ ഇന്ന് എത്ര മാന്യമായിട്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്ലാഘനീയമായിട്ട് പൊതുവെ നമ്മളൊക്കെ രാഷ്ട്രീയ പ്രസംഗത്തിനപ്പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞൊരു നിലപാടുണ്ടല്ലോ. ആ നിലപാടുമായിട്ടാണ് ഈ കേരളത്തിലെ ഈ അന്ധമായിട്ടുള്ള മോഡി വിരോധവും കേന്ദ്ര സർക്കാർ വിരോധവും ഈ നാഴികയ്ക്ക് 40 വട്ടം RSS എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിങ്ങൾ ഈ കേരളത്തിൻ്റെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരുമായിട്ട് സഹകരിക്കുകയാണ് വേണ്ടത്. ഏത് മേഖലയിലാണ് കേന്ദ്ര സർക്കാർ ഈ കേരളത്തിനെ ശ്വാസം മുട്ടിച്ചത് നിങ്ങൾ പറയണം. ഏത് മേഖലയിലാണ് ശ്വാസം മുട്ടിച്ചതെന്ന് പറയണം. അങ്ങനെ പറയല്ലോ, ഈ മേഖലയിൽ ഫണ്ട് കിട്ടിയില്ല. കേരളത്തെ കേന്ദ്രം ശ്വാസം മുട്ടിച്ചതെന്നാണ് BJPയുടെ പ്രതിനിധി ചോദിക്കുന്നത്. ഒട്ടേറെ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്.
അതായത് BJP ഗവൺമെൻറ്റുമായി അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി സഹകരിക്കുകയാണ് വേണ്ടതെന്ന് പറയുന്നു. ഇപ്പോൾ കേരളം എപ്പോഴാണ് സഹകരിക്കാതിരുന്നത്? കേരളം അങ്ങനെ ഭരണഘടനാ വിരുദ്ധമായിട്ടൊരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. പക്ഷേ നിങ്ങളാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിൽ, ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായി ഒരു സ്റ്റേറ്റിനുണ്ടാവുന്ന അധികാരത്തിൽ നിങ്ങൾ കൈകടത്തുന്നു. നിങ്ങൾ കൈകടത്താൻ വേണ്ടിയിട്ട് ഗവർണർ ഉപയോഗിക്കുന്നു. ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് പാസ്സാക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാനത്തെ നിയമസഭ പാസ്സാക്കുന്ന ബില്ല് അത് നിയമമായി വരാൻ വേണ്ടിയിട്ട് ഗവർണർ ഒപ്പിടണം. നിങ്ങളൊരാളെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടല്ലോ. എന്തിനു വേണ്ടിയിട്ട്? സംസ്ഥാനത്തെ സഹായിക്കാനാണോ? സംസ്ഥാനത്തിൻ്റെ ഭൂരിപക്ഷപ്രകാരം, MLA-മാരുടെ ഭൂരിപക്ഷപ്രകാരം ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടി പോലും അനുവദിക്കാതെ ഈ സംവിധാനത്തിനകത്ത് നിങ്ങൾ ഇടപെടുകയാണ്. നിങ്ങളല്ലേ, നിങ്ങളുടെ അമിത്ഷായല്ലേ തൊട്ട് കർണാടകയിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ വന്ന് പ്രസംഗിച്ചത്? തൊട്ടടുത്ത് കേരളമാണ്, സൂക്ഷിക്കണം എന്നല്ലേ പറഞ്ഞത്? എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര കേരള വിരോധം? എന്തിനാണ് മലയാളികളോട് നിങ്ങൾക്ക് ഇത്ര വിരോധം? അതിവിടെ ചർച്ച ചെയ്യണ്ടേ? അത് പറയുമ്പോൾ നിങ്ങൾ പറയുന്നു ഞങ്ങൾ ഭവന നിർമ്മാണത്തിന് പണം കൊടുക്കുന്നുണ്ട് എന്ന്. ഭവന നിർമ്മാണത്തിന് നിങ്ങൾ പണം കൊടുക്കണം. കാരണം GST ഈ വഴി നിങ്ങളാണിപ്പോൾ നികുതി മുഴുവൻ പിരിച്ചെടുക്കുന്നത്. അത് എല്ലാ സംസ്ഥാനത്തു നിന്നും നിങ്ങൾ നികുതി അങ്ങോട്ട് പിരിച്ചെടുക്കുന്നു. അതിന് അർഹമായ വിഹിതം കൊടുക്കേണ്ടത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുന്നില്ല എന്ന പരാതിയാണ്, എന്ന പരിഭവമാണ്, എന്ന വിമർശനമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്ക്, നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ സ്കീം വഴി ഒരു വീട് വെക്കാൻ വേണ്ടി എത്രയാണ് കൊടുക്കുന്നത്? 72,000 രൂപ. ആ 72,000 രൂപക്ക് എവിടെയെങ്കിലും വീട് വെക്കാൻ പറ്റുമോ? RSSകാർക്ക് വെച്ചു കൊടുക്കാൻ പറ്റുമോ വീട്? ഇനിയിപ്പം BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ BJPയുടെ ഒരു പ്രാദേശിക നേതാവ്, അയാൾക്ക് 72,000 രൂപ കൊടുത്ത് അയാൾക്ക് വീട് വെക്കാൻ പറ്റുമോ? പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് ആ കേന്ദ്ര വിഹിതത്തോടൊപ്പം 4 ലക്ഷം രൂപ കൊടുക്കുന്നു. അതാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. അങ്ങനെ കൊടുത്തിട്ട് ലക്ഷക്കണക്കിന് വീട് ഇവിടെ പൂർത്തീകരിച്ചു. അപ്പോൾ ഇപ്പം കൊടുക്കുന്ന, നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പം കണക്ക് കൊടുക്കാത്തതുകൊണ്ട് പൈസയും കൊണ്ട് കൊടുക്കുന്നില്ല എന്ന്. അതിനൊക്കെ എന്താ മറുപടി പറയേണ്ടത്? ഇവിടെ പാവപ്പെട്ടവർക്ക് സംസ്ഥാന ഗവൺമെൻറ് വലിയ തുക ചെലവഴിച്ച് വീട് നിർമ്മിച്ചു കൊടുക്കുന്നു. സ്ഥലമില്ലാത്ത ആളുകൾക്ക് സ്ഥലം എടുത്തിട്ട് അവിടെ ഫ്ലാറ്റ് പണിത് കൊടുക്കുന്നു. ഇതൊക്കെ നമ്മുടെ ഗവൺമെൻറ് ചെയ്യല്ലേ? അപ്പോൾ അതിന് ആനുപാതികമായിട്ട് ഫണ്ട് വർദ്ധിപ്പിച്ച് കൊടുക്കേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട്. പക്ഷേ നിങ്ങളത് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, നിലവിൽ കൊടുക്കുന്ന കാശ് പോലും തടഞ്ഞു വെക്കുകയാണ്. ഇവിടെ പാവപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ട ഉച്ചഭക്ഷണത്തിൻ്റെ കാശുകൾ പിടിച്ചു വെച്ചില്ലേ? ഇവിടെ പ്രളയത്തിൻ്റെ സമയത്ത് ഇവിടെ കൊടുത്ത അരിയുടെ കാശ് നിങ്ങൾ വാങ്ങിയില്ലേ? ഇവിടെ പ്രളയത്തിൻ്റെ സമയത്ത് കേന്ദ്രത്തിൻ്റെ ഹെലികോപ്റ്റർ ഇങ്ങോട്ട് വന്നപ്പോൾ അതിൻ്റെ എണ്ണയടിക്കാനുള്ള പൈസ നിങ്ങൾ വാങ്ങിയില്ലേ? ഇവിടെ വിവിധ ആളുകൾ കേരളത്തെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ ഈ പ്രളയവും കോവിഡും മഹാമാരിയെല്ലാം അതിജീവിച്ച് കേരളം മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ കേരളത്തെ സഹായിക്കാൻ വേണ്ടി വിവിധ ആളുകൾ മുന്നോട്ട് വന്നപ്പോൾ ആ പണം പോലും വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തിട്ടൂരമിറക്കിയില്ലേ? കേന്ദ്രത്തിൻ്റെ അധികാരം ഉപയോഗപ്പെടുത്തിയില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ കേരളത്തോട് കൊടിയ അനീതിയാണ് കാണിക്കുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾക്കിവിടെ ഒരു MLA പോലും ജയിപ്പിച്ചെടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് മൊത്തത്തിൽ കേരളീയരോട് വലിയ വിരോധം തീർക്കുകയാണ് നിങ്ങൾ. ഇവിടെ നിങ്ങൾ നോക്ക്, യഥാർത്ഥത്തിൽ ദക്ഷിണ റെയിൽവേയിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ആളുകൾ, ഏറ്റവും കൂടുതൽ റെയിൽവേക്ക് ലാഭം കൊടുക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. ആ കേരളത്തിലെ റെയിൽവേ യാത്രക്കാരോട് എത്ര ക്രൂരതയാണ് നിങ്ങൾ കാണിക്കുന്നത്? ഇപ്പോൾ റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, ബുക്ക് ചെയ്തിട്ട് 2 മാസത്തെ മുന്നേയുള്ള യാത്രയാണെങ്കിൽ പോലും ടിക്കറ്റ് കൺഫേം ആവില്ല. യാത്ര ചെയ്യുന്ന ദിവസമാണ് കൺഫേം അല്ല എന്നറിയാം. എന്നിട്ട് ആ പണം അക്കൗണ്ടിലേക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ടോ പൂർണ്ണമായിട്ടും? അതിനകത്ത് നിങ്ങൾ പോക്കറ്റടി നടത്തുകയല്ലേ? അതുപോലെ തന്നെ ഈ മുതിർന്ന പൗരന്മാർക്കുള്ള യാത്രാ അളവുണ്ടായിരുന്നു. കോവിഡ് കാലത്തോടുകൂടി ആ മുതിർന്ന പൗരന്മാരുടെ യാത്രാ അളവ് നിങ്ങൾ എടുത്തു കളഞ്ഞില്ലേ? എന്തിനാണ് എടുത്തു കളഞ്ഞത്? 5000 കോടി ഒരു വർഷം കൊണ്ട് അതിൻ്റെ ഭാഗമായി മാത്രം നിങ്ങൾ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ലാഭമുണ്ടാക്കിയത്. ഇവിടെ കേരളത്തിൽ ഇനിയും റെയിൽവേ പാളങ്ങൾ ഇരട്ടിപ്പിക്കേണ്ടതുണ്ട്. എന്നിട്ട് നിങ്ങൾ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞു ഇതാ ഈ വന്ദേ ഭാരത് വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരുമെന്നാണ് പറഞ്ഞത്. വന്ദേ ഭാരത് വന്നപ്പോൾ പ്രശ്നങ്ങൾ തീർന്നോ? ഇത് ഇടതുപക്ഷത്തിൻ്റെ മാത്രം അഭിപ്രായമല്ല, ഈ ട്രെയിൻ യാത്ര നടത്തുന്ന മുഴുവൻ ആളുകളുടെയും അഭിപ്രായമാണ്. ഇപ്പോൾ കാസർഗോഡ് നിന്ന് ഒരാൾക്ക് കോഴിക്കോട് ജോലിക്ക് പോകണമെങ്കിൽ നേരത്തെ സാധാരണ ട്രെയിൻ കയറിയിട്ട് പോകുമായിരുന്നു. സീസൺ ടിക്കറ്റ് എടുത്തിട്ട് എല്ലാ ദിവസവും കോഴിക്കോട് പോയി ജോലി ചെയ്ത് വരുന്ന ആളുണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്ന് ട്രെയിൻ കയറിയിട്ട് കോഴിക്കോട് പോയി ജോലി ചെയ്ത് വരുന്ന ആളുണ്ടായിരുന്നു. ഇപ്പോൾ വന്ദേ ഭാരത് വന്നപ്പോൾ സാധാരണക്കാരൻ്റെ ഈ യാത്രാ സൗകര്യം നിഷേധിക്കപ്പെട്ടു. മണിക്കൂറുകൾ പിടിച്ചു വെക്കുകയാണ്. എന്താ കാരണം? കേരളത്തിൽ എത്രയോ വർഷമായിട്ട് പാളങ്ങൾ അതുമായി ബന്ധപ്പെട്ട പണി നടന്നിട്ടില്ല. ഒരു പദ്ധതി ഇല്ല. എത്രയോ കിലോമീറ്റർ വളവും തിരിവുമാണ്. അതൊന്നും നേരെയാക്കാൻ വേണ്ടി കഴിയുന്നില്ല. അപ്പോൾ അതിനെല്ലാം തടയിടാൻ വേണ്ടിയിട്ട്, അങ്ങനെ വരുന്ന വിമർശനത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് 2 വന്ദേ ഭാരത് അനുഭവിച്ചിട്ടുണ്ട്. കേരളത്തിലെ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് പറയല്ലേ? നിങ്ങൾ നോക്ക്, കേരളത്തിൽ സിൽവർ ലൈൻ പാത കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ പദ്ധതിക്ക് എന്തിനാണ് നിങ്ങൾ എതിര് നിൽക്കുന്നത്? രാഷ്ട്രീയ വിരോധമല്ലേ? നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് ഈ സിൽവർ ലൈൻ പാതയാവാം.
ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ സിൽവർ ലൈൻ പാതയുണ്ട്. അതെല്ലാം നരേന്ദ്രമോദിക്കോ BJP ഗവൺമെൻറ്റോ മനസ്സിലാവാത്തതുകൊണ്ടാണോ? പക്ഷേ കേരളത്തിൽ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ സിൽവർ ലൈൻ ഞങ്ങൾ കൊണ്ടുവരാൻ അനുവദിക്കില്ല, പെർമിഷൻ തരില്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത്? എന്ത് ലക്ഷ്യം വെച്ചാണ്? അപ്പോൾ നിങ്ങൾ വലിയ കേരള സ്നേഹമൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളോട് ഈ പല വിധത്തിലും വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ചെറുപ്പക്കാർക്കെല്ലാം വലിയ നിലയിൽ മോഡി എന്തൊക്കെയോ കൊടുത്തു എന്നൊക്കെ. എന്താ ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ? കേരളത്തിൻ്റെ രാജ്യത്തിൻ്റെ ആളോഹരി വരുമാനത്തിൻ്റെ അവസ്ഥ ഇപ്പം എന്താ? ഇപ്പം നിങ്ങൾ ഇന്ത്യ വലിയ ശക്തിയായി എന്നൊക്കെ പറയുമ്പോഴും ഇന്ത്യയിലെ ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ വികസനം സാക്ഷ്യപ്പെടുത്തുന്ന ആളോഹരി വരുമാനത്തിൽ ഇപ്പോൾ ഇന്ത്യ ലോകത്ത് എത്രാം സ്ഥാനത്താണ്? BJPയുടെ പ്രതിനിധി ഔദ്യോഗികമായ കണക്കുകൾ ഇവിടെ പറയും. ഇന്ത്യ പട്ടിണി സൂചികയിൽ എവിടെയാണ്? ഇന്ത്യ മറ്റ് സ്ത്രീകൾ തൊഴിലെടുക്കുന്ന കാര്യത്തിൽ എവിടെയാണ്? പത്രസ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ എവിടെയാണ്? ഇങ്ങനെ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ പല വികസന സൂചകങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം പിറകോട്ടാണെന്ന് കാണാൻ വേണ്ടി കഴിയും. പിന്നെ നിങ്ങൾ വലിയ പ്രഖ്യാപനം നടത്തി വലിയ ആളുകളെ കൂട്ടി മതത്തിൻ്റെ പേരിൽ അങ്ങനെയൊക്കെയുള്ള ഒരു മതസ്വത്വവാദ രാഷ്ട്രീയത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് സീറ്റൊക്കെ വാങ്ങി ജയിക്കാനൊക്കെ കഴിയുന്നുണ്ടാവും. എല്ലാ കാലത്തും അങ്ങനെയാണെന്ന് നിങ്ങൾ ധരിക്കേണ്ടതില്ല. ഇതൊക്കെ തിരിച്ചറിയുന്ന ഒരു ജനത ഇവിടെ ഉണ്ടാവും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് 4 പ്രസംഗം നടത്തി, 2 റോഡ് ഷോ നടത്തി, കേരളത്തിലെ ജനങ്ങളെയെല്ലാം ഉത്തരേന്ത്യൻ മോഡലിൽ അങ്ങ് കയ്യിലെടുത്ത് കളയാം എന്നൊക്കെയുള്ള ആലോചനയാണെങ്കിൽ അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഇവിടെ കേന്ദ്രം നിഷേധിക്കുന്ന നീതി സംബന്ധിച്ച് അക്കമിട്ട് പറഞ്ഞ് പ്രതിരോധം തീർക്കാൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും തയ്യാറാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വിവിധങ്ങളായിട്ടുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളും ഇവിടെ ഉയർന്നു വരുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും MP-മാരെല്ലാം പങ്കെടുത്തുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ആസ്ഥാനത്ത് തന്നെ ഒരു സമരവുമായിട്ട് കേരളത്തിൽ ഇപ്പോൾ പോവേണ്ടി വന്നത്. അതുകൊണ്ട് കേരളത്തോട് വലിയ സ്നേഹം കാണിക്കുന്നു, കേരളത്തെ ഞങ്ങളാണ് യഥാർത്ഥം സംരക്ഷിക്കുന്നത് എന്നെല്ലാം പറഞ്ഞാൽ അതെല്ലാം പാഴ്വാക്കാണ്. അതിനൊന്നും കൃത്യമായ ഒരു ഡാറ്റയും നിങ്ങളുടെ കയ്യിലില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓക്കെ, അതാണ് കേരളത്തിൻ്റെ വികാരം. ഇപ്പം ഇതിൽ കോൺഗ്രസിൻ്റെ ഒരു നിലപാട് കൂടി അറിയേണ്ടതുണ്ട്. ശ്രീ സേനാപതി വേണു, ഈ സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ ശ്വാസം മുട്ടിക്കുന്നതിൻ്റെ വിവിധ തലങ്ങളിലുള്ള അനുഭവമാണ് VK സനോജ് പങ്കുവച്ചത്. കുറേയൊക്കെ താങ്കൾ അംഗീകരിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ കേന്ദ്ര സർക്കാരിനെതിരെ യോജിച്ച ഒരു പ്രക്ഷോഭത്തിന് നിങ്ങൾ തയ്യാറാണോ എന്നുള്ള കാര്യം ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അങ്ങനെ സമരം നടത്താൻ ഏതെങ്കിലും വിധത്തിലുള്ളൊരു തടസ്സം നിങ്ങൾക്കുണ്ടോ? അല്ല, ഇപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് UDF ഔദ്യോഗികമായ തീരുമാനമെടുത്തിട്ടില്ല. തീരുമാനമെടുത്തതിന് ശേഷം 2 ദിവസത്തിനകം അതിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് UDF നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും ഞങ്ങൾ ഔദ്യോഗികമായ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ ഇവിടെ BJPയുടെ പ്രതിനിധി അദ്ദേഹം 2-3 കാര്യങ്ങൾ പറഞ്ഞത്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഈ ഗവൺമെന്റ്, അതായത് BJPയുടെ ഗവൺമെന്റ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് 4 വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. 1 സ്ത്രീകൾ, 2 യുവാക്കൾ, 3 കർഷകർ, 4 ദരിദ്രര്. ഞാൻ ശ്രീ പ്രിന്റുവിനോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ 4 വിഭാഗം ജനങ്ങളോട് നിങ്ങൾ അനീതിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അങ്ങ് വളരെ വാചാലനായിട്ട് പറഞ്ഞ ഒരു കാര്യം 33% സംവരണം ഞങ്ങൾ നടപ്പിലാക്കി എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, നഗരസഭ അതിലൊക്കെ 50% സംവരണം സ്ത്രീകൾക്ക് വേണ്ടി നടപ്പാക്കപ്പെട്ടതാണ്. പക്ഷെ ഞാൻ വിനീതമായി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യം, അർദ്ധരാത്രിയിൽ എന്ന് പറഞ്ഞ പോലെ അർദ്ധരാത്രിയിൽ പാർലമെന്റ് വിളിച്ചുകൂടി എന്തോ ഭയങ്കര അത്ഭുതം രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന രീതിയിലാണല്ലോ നിങ്ങൾ വനിതാ ബില്ല് പാസ്സാക്കിയത്. ആ വനിതാ ബില്ല് പാസ്സാക്കി നിങ്ങളോട് ചോദിക്കുന്നത്, ഈ 2024 നടക്കാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ സംവരണം എന്തുകൊണ്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ സംശയമാണ്. അല്ല, അതിർത്തിയിൽ യുദ്ധം പ്രഖ്യാപിച്ചു എന്നുള്ള രീതിയിലാണല്ലോ ഇവര് വനിതാ ബില്ല് നടപ്പിലാക്കിയത്, അല്ലെങ്കിൽ അത് പാർലമെന്റിലും ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ പാസ്സാക്കിയത്. അങ്ങനെ അത്ര ധൃതി പിടിച്ച് പാസ്സാക്കിയ ബില്ല് എന്തുകൊണ്ട് 2024 നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, അപ്പൊ ഇനി എന്നോ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ 5-10 വർഷങ്ങൾക്ക് ശേഷം ഇത് നടക്കും എന്നുള്ള ഒരു സ്വപ്നം, അപ്പൊ ഇതിലെന്തെങ്കിലും ആത്മാർത്ഥതയുടെ പേരിലാണോ നിങ്ങൾ ഇത് നടപ്പിലാക്കിയത്? അല്ല, ഇത് കേവലം വോട്ട് നേടുന്നതിന് വേണ്ടി, എന്നാൽ കിട്ടുന്നത് പോരട്ടെ എന്ന രീതിയിൽ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആർജവും ഇച്ഛാശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ 2024 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 33% സീറ്റുകൾ അത് സ്ത്രീകൾക്കായി മാറ്റിവെച്ചിരിക്കുന്നു. അതിന്റെ നോട്ടിഫിക്കേഷൻ പ്രഖ്യാപിച്ച് അത് ഏതൊക്കെ സീറ്റുകളാണ് എന്നുള്ളതിന്റെ പ്രഖ്യാപനം നടത്തേണ്ട സമയം കഴിഞ്ഞില്ല. അപ്പോൾ ഇനി 29 ശേഷം 24, 5, 29 ശേഷം നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോഴേ നമ്മൾ
വാചാലരാകേണ്ട ആവശ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ചെറുപ്പക്കാരെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ പ്രിന്റുവിനോട് പറയാൻ ആഗ്രഹിക്കുന്നു, പ്രിന്റു, ഇന്ത്യയിലെ ചെറുപ്പക്കാർ ഇതുപോലെ വഞ്ചിക്കപ്പെട്ട ഒരു കാലഘട്ടം ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായില്ല. നിങ്ങൾ ഈ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് നൽകിയ വാഗ്ദാനം പ്രതിവർഷം 2 കോടി തൊഴിലവസരങ്ങളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഗവൺമെന്റ് തലത്തിൽ കിട്ടിയിരിക്കുന്ന തൊഴിലവസരം എന്ന് പറയുന്നത് കേവലം 7 ലക്ഷം മാത്രമാണ് എന്നുള്ളതാണ്. ഒരു ഏറ്റവും അടുത്ത ദിവസം പുറത്തു വന്ന ഒരു കണക്ക് എന്ന് പറഞ്ഞാൽ 2 ലക്ഷത്തോളം ചെറുപ്പക്കാര് ഇന്ത്യയുടെ വിവിധ സേനകളിൽ അവര് റിക്രൂട്ട്മെന്റിന്റെ നടപടികൾ പൂർത്തീകരിച്ച് എൻറോൾ ചെയ്യാനിരിക്കുമ്പോഴാണ് അഗ്നിപഥ് കൊണ്ടുവന്ന് 2 ലക്ഷം ആളുകളുടെ അവസരങ്ങൾ പൂർണ്ണമായും ഇല്ലാതെ ആയതിന്റെ പേരിൽ അവർ ജന്തർ മന്ദിറിലും പാർലമെന്റിന് മുമ്പിലും ഒക്കെ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അത് സേനകളിൽ മാത്രം റിക്രൂട്ട് ചെയ്യപ്പെടാനായി എന്താ പറഞ്ഞ എല്ലാ പരീക്ഷകളും പാസ്സായി അവസാന റിക്രൂട്ട്മെന്റിൽ എൻറോൾമെന്റിന് ഇരുന്ന ആളുകളാണ് 2 ലക്ഷം ചെറുപ്പക്കാര് അത് ചേരാൻ പറ്റാതെ അവർ വഞ്ചിക്കപ്പെട്ടത്. അപ്പം ഞാൻ പറഞ്ഞത്, നിങ്ങൾ 2 കോടി തൊഴിലവസരങ്ങൾ പ്രതിവർഷം കൊടുക്കുമെന്ന് പറഞ്ഞ കണക്ക് പ്രകാരമാണ് 10 വർഷമാകാൻ പോകുന്നു. പൈറ്റന്റ് 20 കോടി തൊഴിലവസരങ്ങൾ ഈ രാജ്യത്ത് കൊടുക്കേണ്ടതാണ്. എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു എന്നുള്ളത് നിങ്ങൾ തന്നെ പറയേണ്ടതാണ്. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ പറയുന്നത് കർഷകരോടാണ്. കർഷകരോട് നിങ്ങൾ കാണിച്ച അനീതിയുടെ പരിണിത ഫലമായിട്ടാണ് ഡൽഹിയിൽ സിംഗുവിലും അപ്പുറത്തും ഒക്കെ എന്താ പറഞ്ഞ വർഷങ്ങൾ നീണ്ടുനിന്ന കർഷക സമരം. ഇതുപോലെ കർഷകൻ വഞ്ചിക്കപ്പെട്ട ഒരു കാലഘട്ടം. കാർഷിക മേഖല സമ്പൂർണ്ണമായി തകർന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള നല്ലേക്കണ്ണ് എന്ന് പറയുന്ന ഒരു കർഷക നേതാവിന്റെ നേതൃത്വത്തിൽ ജന്തർ മന്ദിറിൽ നടന്ന സമരപ്പന്തലിൽ വെച്ചിരുന്നത് തലയോട്ടികളാണ്. എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്ത, കാർഷിക പ്രതിസന്ധിയിൽ ആത്മഹത്യ ചെയ്ത കൃഷിക്കാരുടെ കുഴിമാടത്തിൽ നിന്ന് മാന്തിയെടുത്ത തലയോട്ടി വെച്ചുകൊണ്ടാണ് ജന്തർ മന്ദിറിൽ അർദ്ധനഗ്നരായി നല്ലേക്കണ്ണിന്റെ നേതൃത്വത്തിൽ സമരം നടന്നത്. അപ്പോ കർഷകന്റെ വരുമാനം 1.5 ഇരട്ടി, അതായത് 50 രൂപ ഉൽപാദന ചെലവാണെങ്കിൽ 150 രൂപ വരുമാനം ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് ഏത് കാർഷിക ഉൽപ്പന്നങ്ങളാ ആത്മഹത്യ ചെയ്ത കൃഷിക്കാരന്റെ അവസ്ഥ എന്ന് പറയുന്നത്, ആത്മഹത്യ ചെയ്യുന്ന കൃഷിക്കാരന്റെ എണ്ണം എന്ന് പറയുന്നത് നാൾക്ക് നാൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ കൃഷിക്കാരൻ ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയിൽ എത്തിയപ്പോഴാണ് ഒരു വലിയ സമരവുമായി, അത് രാഷ്ട്രീയത്തിന് അതീതമായ സമരമായി, പിന്നീട് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ആ സമരത്തിന് പിന്തുണ കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞത്, നിങ്ങൾ യുവാക്കളെ വഞ്ചിച്ചിരിക്കുന്നു, നിങ്ങൾ സ്ത്രീകളെ വഞ്ചിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവരോട് പറഞ്ഞ വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഈ രാജ്യത്തെ കൃഷിക്കാരോട്, ഇനി നിങ്ങൾ പറയുന്നത് ദരിദ്രര്, എന്താണ് ഈ രാജ്യത്തെ ഇപ്പോ പട്ടികയൊക്കെ നിങ്ങൾ മുകളിൽ കൂടി വരച്ചു, അല്ലെങ്കിൽ 25 കോടി ആളുകളെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ കൊണ്ടുവന്നു എന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ നിങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയിലെ യഥാർത്ഥ അവസ്ഥ എന്താണ്? വലിയ പട്ടിണിയിലും ദാരിദ്ര്യത്തിലേക്കും ഒക്കെ ആളുകൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സ്ഥിതിവിശേഷമാണ്. ഡൽഹിയിൽ വിദേശ പ്രതിനിധികൾ വരുമ്പോൾ, ബോംബെയിൽ വരുമ്പോൾ ചേരി പ്രദേശത്ത് നിങ്ങൾ കർട്ടൻ കെട്ടി, അതല്ല എങ്കിൽ അവിടെ ഫ്ലെക്സ് ബോർഡ് വെച്ച് മറച്ചത് കൊണ്ട് ഇന്ത്യയിലെ പട്ടിണി മാറുന്നില്ല. ഇങ്ങനെ നിങ്ങൾ 4 വിഭാഗം ജനങ്ങൾക്ക്, നിങ്ങൾ യഥാർത്ഥത്തിൽ 4 വിഭാഗം ജനങ്ങൾക്കല്ല, നിങ്ങൾ പ്രധാനപ്പെട്ട ഇന്ത്യയെ കൊള്ളയടിച്ചിട്ടുള്ള ആളുകൾ. അപ്പോൾ നീരവ് മോദിയും ലളിത് മോദിയും ഒക്കെ ഇപ്പോൾ വിദേശത്ത് അവർ പോകുന്നു. ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോഴാണ് ഈ CBI അങ്ങോട്ട് വിടുന്നു, ED അങ്ങോട്ട് വിടാൻ പോകുന്നു അന്വേഷണം. ഈ 10 വർഷക്കാലം എന്തുകൊണ്ടാണ് ഈ ആളുകളെ, ബാങ്കിനെ തട്ടിച്ചുകൊണ്ട് 9,000 കോടി രൂപ തട്ടിച്ചുകൊണ്ടുപോയ വിജയ് മല്യ പുറത്തു നിൽക്കുന്നു, 12,000 കോടി തെറ്റിച്ചു കൊണ്ടുപോയ മോഹിൻ ചോസ്കി പുറത്തു നിൽക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ ഉത്കണ്ഠയും നിങ്ങളുടെ ആശങ്കയും എന്ന് പറയുന്നത് ദരിദ്രരെ കുറിച്ചല്ല, നിങ്ങൾ കർഷകരെ കുറിച്ചല്ല, നിങ്ങൾ സ്ത്രീകളെ കുറിച്ചല്ല, നിങ്ങൾ യുവാക്കളെ കുറിച്ചല്ല, നിങ്ങൾ മറ്റു ചില ആളുകളെ കുറിച്ചുള്ള ഉത്കണ്ഠയാണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് BJPയുടെ പ്രതിനിധിയെ ഞങ്ങൾ വിനീതമായി ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഈ രാജ്യത്ത് 10 കൊല്ലം കൊണ്ട് എന്തോ വലിയ മാറ്റങ്ങളൊക്കെ വരുത്തി എന്ന് അവകാശപ്പെടുമ്പോൾ ആ മാറ്റങ്ങളൊന്നും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല എന്നുള്ളതിന്റെ ഒരു ഭയമാണ്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വിജയിച്ച ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലതും നിങ്ങൾക്ക് സീറ്റുകളുടെ എണ്ണം കുറയുമെന്ന് നിങ്ങൾക്കറിയാം. കാരണം UPയിൽ നിങ്ങൾ സമ്പൂർണ്ണമായി വിജയിച്ചതാണ്, അടുത്ത പ്രാവശ്യം അത് കിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ മധ്യപ്രദേശിൽ ഏതാണ്ട് സമ്പൂർണ്ണമായി 28 സീറ്റുകളും വിജയിച്ചതാണ്. നിങ്ങൾ രാജസ്ഥാനിൽ 26 സീറ്റുകളും വിജയിച്ചതാണ്. ഇനി ദക്ഷിണ ഭാരതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കർണാടകത്തിലെ 26-ൽ ഞങ്ങളുടെ DK ശിവകുമാറിന്റെ അനിയൻ സുരേഷും അതുപോലെ തന്നെ ദേവഗൌഡയുടെ ചെറുമകനും ഒഴിച്ചുള്ള ബാക്കി സീറ്റുകൾ മുഴുവൻ 25+1 26 സീറ്റുകൾ നിങ്ങൾക്ക് കിട്ടിയതാ. ഇനി ഇവിടെ ഒന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അപ്പൊ ഇനി കേരളം പോലെ ഇതുവരെയും BJPക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ചില സ്ഥലങ്ങളിലൊക്കെ വന്ന് ഈ രീതിയിലുള്ള ഗിമ്മിക്കുകളൊക്കെ നടത്തി ഞങ്ങൾ എന്താ പറഞ്ഞ പാർപ്പിട പദ്ധതിക്ക് ഇന്ദിരാ ആവാസ് യോജന, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ഇന്ദിരാഗാന്ധി മരിച്ചതിന് ശേഷമാണ് ആ പേരിൽ, അതിനു മുമ്പ് തന്നെ കേന്ദ്ര ഗവൺമെന്റ്, ഞാൻ പ്രിന്റുവിനെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, കഴിഞ്ഞ 60 കൊല്ലം കൊണ്ട് 12 കോടി ആളുകൾക്ക്, 1-2 അല്ല 12 കോടി ആൾ, അത് പോരാ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് പോരാ,
വീടുകൾ കൊടുത്തിട്ടുള്ള ഗവൺമെന്റുകൾ ഈ രാജ്യം ഭരിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ 50, 55, 60 വർഷമായിട്ട് ഭരിച്ചിട്ടുള്ള ഗവൺമെന്റുകൾ. ആ ഗവൺമെന്റിൽ കോൺഗ്രസ് ഉണ്ട്, കോൺഗ്രസ് ഇതര ഗവൺമെന്റുകളുണ്ട്. അപ്പോ ഇവിടെ നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഈ രാജ്യം മുഴുവൻ ഇരുണ്ട് വെളുത്തത്. അതിനു മുമ്പ് സേനാപതി വേണു, ശരി, ഇത് തന്നെയാണെന്ന് പ്രധാനമന്ത്രി ഇന്ന് BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞത്. ശ്രീ പ്രിന്റു, അതായത് ഭാരതത്തിൽ വികസനമുണ്ടായത് ഈ 10 വർഷത്തിനുള്ളിൽ അകത്ത് മാത്രമാണ് എന്നാണ് പ്രധാനമന്ത്രിയുടെ അവകാശവാദം. ഇവിടെ വികസനം നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളുമുണ്ട്. ഇന്ന് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നൊരു കണക്കുണ്ട്. MSME എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ റിപ്പോർട്ടാണ്. കേരളം കഴിഞ്ഞ 5 വർഷത്തിനിടെ 91,575 കോടി രൂപയുടെ നിക്ഷേപ പദ്ധതികൾ പുതിയതായി ആകർഷിച്ചു എന്നത്. ഇതൊക്കെ നിങ്ങൾ മറച്ചു വെക്കുന്ന കണക്കാണ്. എന്നിട്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ല, ഒരു വികസനവും നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്നതിൽ ഒരതിരില്ലേ എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. ഇവിടെ പ്രതിപക്ഷവും ഇവിടുത്തെ ഭരണപക്ഷവും നിങ്ങളോട് ചോദിക്കുന്നത്. അല്ല മേഡം, അതിനകത്ത് ഒരു ഫാക്റ്റിനകത്തൊരു പ്രശ്നമുണ്ട്. നമുക്കറിയാലോ, വൈബ്രന്റ് ഗുജറാത്ത് പദ്ധതി പ്രകാരം കഴിഞ്ഞ മാസം ഗുജറാത്തിൽ നടന്ന ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാമിൽ 7 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് നടന്നത്. തമിഴ്നാട്ടിൽ നടന്നല്ലോ 4 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റാണ് തമിഴ്നാട്ടിൽ നടന്നത്. ഈ കേരളത്തിൽ 5 വർഷത്തിന്റെ ഈ 90,000 കോടിയുടെ കണക്ക് നമ്മുടെ ശരാശരി നോക്കൂ. ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു 20,000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ്. കേരളത്തിന്റെ ഒരു മാൻ പവർ അനുസരിച്ച് 20,000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് നടക്കേണ്ട സംസ്ഥാനമാണോ കേരളം? അല്ലല്ലോ. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ക്ഷേമം തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ലക്ഷ്യം. അതുകൊണ്ട് നോക്കൂ, തൊഴിലുറപ്പിന് ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന 3ാമത്തെ സംസ്ഥാനം കേരളമാണ്. രാജ്യത്ത് ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏതാണ്? ദാരിദ്ര്യമാണല്ലോ ഒരു രാജ്യത്തിന്റെ വികസന സൂചിക എന്ന് നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം. ഇവിടെ ഒരു കാര്യം പറയാം, ദാരിദ്ര്യം ശരിയാണ്. അല്ല, ദാരിദ്ര്യം കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന കാരണം ഇവിടത്തെ പ്രവാസി ഒഴിക്ക വേർപ്പാണ് സാർ. പ്രവാസി ഒഴിക്ക ഇടതിനും വലതിനും ഈ GST പണം കേരളത്തിൽ വിളിക്കുക കടമെടുക്കാതെ കാർഷിക മേഖലയിൽ പണം വരുന്നുണ്ടോ? ആളുകൾ വിദേശ രാജ്യങ്ങളിൽ പോയി തൊഴിലെടുക്കുന്നുണ്ട്. അല്ല, മലയാളി പ്രവാസികൾ കഷ്ടപ്പെട്ട് ഒഴുക്കിയിട്ടുള്ള പണത്തിന്റെ വിയർപ്പിൽ നിന്ന് കൺസ്ട്രക്ഷൻ മേഖലയിൽ കാർഷിക മേഖലയുടെ അവസ്ഥ എന്താ? വ്യാവസായിക മേഖലയുടെ അവസ്ഥ എന്താ? കണക്കുകൾ നിങ്ങൾ പരിശോധിക്കുക. ന്യൂസ് ആൻഡ് വ്യൂസ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഒരു പ്രധാന വിഷയത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് കൈരളി ന്യൂസിനെതിരെ അങ്ങേയറ്റം തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ ചില സംഘപരിവാർ സൈബർ ഹാൻഡിലുകളിൽ നിറഞ്ഞു നിന്ന ഒരു അപകീർത്തികരമായ വാർത്തയുണ്ട്. അതായത് സുരേഷ് ഗോപിയും കുടുംബവും മാതാവിന് കിരീടം ചാർത്തുമ്പോൾ ആ കിരീടം കൈരളിയുടെ ക്യാമറാമാൻ നിലത്ത് ഇടിച്ചു, ക്യാമറ കൊണ്ട് തട്ടി വീഴ്ത്തി. ആ ക്യാമറാമാൻ്റെ പേര് ഒരു മുസൽമാൻ്റെ നാമധേയമാണ്. ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് വർഗീയ വിദ്വേഷം പരത്തുന്ന രീതിയിൽ ഈ സൈബർ ഹാൻഡിലുകളിലെല്ലാം വലിയ ചർച്ചയും അത്തരത്തിൽ പ്രചാരണവും നടന്നതാണ്. ചില ചാനൽ ചർച്ചകളിൽ ശങ്കുട്ടിദാസിനെ പോലുള്ള BJPയുടെ വക്താക്കൾ ഇത് വലിയ പ്രചാരണ ആയുധമാക്കുകയും ചെയ്തു. അതിൻ്റെ പൊള്ളത്തരം വളരെ കൃത്യമായി കൈരളി ന്യൂസ് പുറത്തുവിടുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു സ്റ്റിൽ ക്യാമറാമാൻ്റെ ക്യാമറ തട്ടിക്കൊണ്ടാണ് ആ കിരീടം താഴെ വീഴുന്നത്. കൈരളി വാർത്താസംഘം അവിടെ ചെല്ലുകയോ അത്തരത്തിൽ ആ പരിപാടിക്ക് പോകുകയോ അവരെ ക്ഷണിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ കൈരളിക്കെതിരെ, ഇടതുപക്ഷത്തിനെതിരെ അതിശക്തമായ മലീമസമായ പ്രചാരണമാണ് കഴിഞ്ഞ 2 ദിവസമായി നടന്നത്. സനോജിന് കാര്യത്തിൽ പ്രതികരണം പ്രതീക്ഷിക്കുന്നു. കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള വ്യാജമായിട്ടുള്ള പ്രചരണങ്ങൾക്കൊന്നും വലിയ അത്ഭുതമില്ല. കാരണം ഇവരുടെ സ്ഥിരം ഏർപ്പാട് ഇത് തന്നെയാണ്. നിങ്ങളിപ്പോൾ കൈരളി വാർത്ത ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഒരു 2 മാസം മുന്നെയാണ് കാസർഗോഡ് ഒരു കോളേജിന് മുന്നിൽ ബസ് നിർത്തുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കോളേജിലെ വിദ്യാർത്ഥികൾ, പെൺകുട്ടികൾ ഉൾപ്പെടെ ഒരു ദിവസം ബസ് തടയുകയും ബസ്സിലെ ജീവനക്കാരുമായി വാക്കേറ്റം ഉണ്ടാക്കുകയും ചെയ്യുന്നൊരു സംഭവം ഉണ്ടായി. ആരോ ഇത് വീഡിയോ എടുത്തു. അവിടെയാണെങ്കിൽ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അപ്പോൾ അവിടെ കുട്ടികളുടെ വസ്ത്രം അത് ഒരു മതത്തെ സൂചിപ്പിക്കുന്നു എന്നത് മനസ്സിലാക്കിയിട്ട് ആ വീഡിയോ ഇവർ നേരെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രചരിപ്പിക്കാനെടുത്തു. എന്താ പ്രചരിപ്പിച്ചെന്നറിയുമോ? ബുർക്ക ധരിക്കാത്തതിനാൽ ബസ് തടഞ്ഞ് ബലമായി ബുർക്ക ധരിപ്പിക്കുന്നു,
ബുർക്ക ധരിക്കാത്ത ആളുകളെ ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിലാകെ ഇതാണ് നടക്കുന്നത്. കേരളത്തിൽ ബുർക്ക ധരിക്കാത്ത ആളുകൾക്ക് നടക്കാൻ കഴിയില്ല എന്ന പ്രചരണം ഇവർ നടത്തിയില്ലേ? ആരെങ്കിലും മാപ്പ് പറയാൻ തയ്യാറായി ഇവരുടെ കൂട്ടത്തിൽ? അപ്പോൾ ഇവർ സ്ഥിരമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എങ്ങനെയാണ് സംഘപരിവാരം ഈ വ്യാജ പ്രചരണം നടത്തി? ഇപ്പോൾ ഹലാൽ വിവാദം, ഇപ്പോൾ ഇവരുടെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ പത്രസമ്മേളനം നടത്തി പറഞ്ഞല്ലോ. BJPയുടെ സംസ്ഥാന അധ്യക്ഷനല്ലേ കേരളത്തിൽ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഈ ഹലാൽ എന്ന് ബോർഡ് വെച്ച ഹോട്ടലുകളിൽ അവിടെ നിന്ന് തുപ്പിൽ കയറുന്ന ഭക്ഷണമാണ്, തുപ്പിയിട്ടാണ് ഭക്ഷണത്തിൽ തുപ്പിയിട്ട് കൊടുക്കുന്നതൊക്കെ പറഞ്ഞില്ലേ? ഇപ്പം ഇങ്ങനെ അങ്ങേയറ്റം വിദ്വേഷം വമിക്കുന്ന പ്രസ്താവനകൾ ഇവരുടെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം തന്നെയാണ് രാജ്യത്തെ മുഴുവൻ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ടിപ്പോൾ കൈരളി വാർത്താ സംഘം നിങ്ങൾ ഇത്ര പറഞ്ഞല്ലോ, ഇപ്പോൾ ക്യാമറാമാൻ ഒരു മുസ്ലിം നാമധാരിയാണ്, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രചരണത്തിന് കുറേ കൂടി ശക്തി കിട്ടും, കുറേ കൂടി പ്രചരിപ്പിക്കാൻ കഴിയും. ഇത് കേരളത്തിൽ മാത്രമല്ല പ്രചരിപ്പിക്കുക, ഉത്തരേന്ത്യ മുഴുവൻ, രാജ്യം മുഴുവൻ ഇവർ പ്രചരിപ്പിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടി കഴിയുന്നത്? എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു താല്പര്യമെന്ന് വളരെ ഗൗരവമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഇവിടെ ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. ഞങ്ങൾക്ക് നേരത്തെ അക്കാര്യത്തിൽ പ്രിന്റുവിന് മറുപടി ഉണ്ടോ എന്നറിയണം. പ്രിന്റു, ഇത് നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായൊക്കെ ബന്ധപ്പെട്ട് വന്ന ഒരു പ്രചാരണമാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം. ഇതിനകത്ത് ഈ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളും ഇത്തരം ബാലിശ്യമായി ഇപ്പം ക്യാമറമാൻ്റെ മതം നോക്കി നടക്കുക, ക്യാമറ അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ രാജ്യത്തിനകത്ത് വെറുതെ നിങ്ങൾ ഈ വർഗീയ ധ്രുവീകരണം നടത്തല്ലേ? അങ്ങനെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട BJPയുടെ ഏത് നേതാവാണ് അങ്ങനെ ഈ മതം നോക്കി ജാതി നോക്കി ക്യാമറമാൻ തട്ടിയിട്ടെന്നൊക്കെ പറയുന്നത്? നിങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞു പോലെ. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഈ പുതിയ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഈ നുണകൾക്കും അടിസ്ഥാന പ്രമാണങ്ങൾക്കും ഒക്കെ പൊളിഞ്ഞ് നിങ്ങളുടെ വക്താവ് ശങ്കുട്ടിദാസ്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞ കാസർഗോഡ് ആ ബസ് തടഞ്ഞ ബുർക്ക ധരിച്ച വിദ്യാർത്ഥികളുടെ വീഡിയോ വെച്ച് പ്രചരണം നടത്തിയ ഒരു പങ്കുമില്ലേ നിങ്ങൾക്ക്? RSSനോ നിങ്ങളുടെ സംഘപരിവാർ ഈ സോഷ്യൽ മീഡിയ ഹാൻഡലർക്കും ഒരു പങ്കുമില്ലേ? വളരെ കൃത്യമായി നിങ്ങൾ പ്രചരിപ്പിച്ചു. ഞാനതിന്റെ ഡീറ്റെയിൽസ് തരാം. ഷാജിയും അല്ല, ഞാൻ ചോദിക്കട്ടെ, ഷാജി പ്രചരിപ്പിക്കുന്നതിലൊക്കെ CPM നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സത്യമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ പ്രചരണം നടത്തുകയായിരുന്നു. അത് പാർട്ടിയുടെ ഒരു നിലപാടല്ല, വ്യക്തിപരമായിട്ടുള്ള ആളുകളുടെ കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ നടത്തുന്ന ഹോട്ടലുകളിൽ നിലപാടുമായി ബന്ധപ്പെട്ട സുരേന്ദ്രനല്ലേ പറഞ്ഞത്? സുരേന്ദ്രൻ ആരാ? സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനല്ലേ? സുരേന്ദ്രൻ പറഞ്ഞത് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. ഓരോ വിഷയത്തിലും പാലക്കാട് ഒരു ആന ചെരിഞ്ഞപ്പോ അത് മലപ്പുറത്താണ് പ്രചരിപ്പിച്ച ആളല്ലേ നിങ്ങൾ? അതിനെക്കുറിച്ച് ദയാർത്ഥമുള്ള പോസ്റ്റുകൾ സുരേന്ദ്രന്റെ പ്രസ്താവന ഉദ്ദേശശുദ്ധിയെ നിങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് നിങ്ങൾ ഉണ്ടായത് ഹലാലുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അക്കാര്യത്തിൽ ഈ കിരീടം വീണ സംഭവത്തിൽ BJP ഇതിൽ ക്ഷമാപണം പോലും നടത്തില്ല. നിങ്ങളുടെ ആളുകൾ ക്ഷമാപണം പോലും നടത്തില്ല എന്നതാണ് വളരെ കൃത്യമായ കാര്യം. വെച്ചുകൊണ്ട് ഹലാൽ ബ്രാൻഡിങ്ങിനെ ഇവിടെ വ്യാവസായികമായിട്ട് ഹോട്ടലുകളിൽ മതധ്രുവീകരണത്തിന് ശ്രമിക്കുമ്പോഴാണ് സുരേന്ദ്രൻ ഇടപെട്ടത്. ഇവിടെ ഹലാൽ എന്ന ബോർഡ് വെക്കുകയും ഹലാൽ ബ്രാൻഡിങ് കേരളത്തിൽ വ്യാപകമായപ്പോഴാണ്. അങ്ങനെ വെച്ചുകൊണ്ടാണോ കേരളത്തിന്റെ മതേതര പാരമ്പര്യം? ഇങ്ങനെ ബ്രാൻഡ് ഒരു ഹോട്ടലിനകത്ത് ഒരു ബോർഡ് വെച്ചുകൊണ്ട് ഹലാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന മതസമുദായം പോകണമെന്നുള്ളതാണോ നിങ്ങൾ പറയുന്നത്? ഇന്ന സമുദായത്തിൽ ഒരു പോണ്ട എന്നാണ് നിങ്ങൾ പറയുന്നത്? ഹലാൽ ബ്രാൻഡിങ് കേരളത്തിൽ വ്യാപകമായപ്പോഴാണ്. നിങ്ങൾ ഭക്ഷണത്തിന്റെ പേരിൽ ഇവിടെ വിവേചനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. പശുവിന്റെ പേരിൽ ആളുകളെ തല്ലിക്കൊന്നു.
ഇതൊക്കെയാണ് ബി ജെ പി ഭക്ഷണത്തിന്റെ പേരിൽ നിങ്ങളല്ല സാർ, ഭക്ഷണത്തിന്റെ പേരിൽ ഈ കേരളത്തിൽ കലാപം. നിങ്ങൾ പശുവിനെ അറക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ബീഫ് പോത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിൽ മുഴുവൻ വർഗീയ ദ്രോഹം നടത്തിയത് നിങ്ങളല്ലേ? നിങ്ങളല്ലേ വർഗീയ ദ്രോഹം നടത്തിയത്? പശുവിന്റെ പേര് പറഞ്ഞ് പശുവിനെ അറക്കുന്നത് നിരോധിച്ചപ്പോ ഈ കേരളത്തില് പോത്തിനെയാണെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചത് നിങ്ങളല്ലേ? നിങ്ങളല്ലേ തെറ്റിദ്ധരിപ്പിച്ചത്? നിങ്ങളാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. പശുവിന്റെ പേര് അതാണ് നിങ്ങൾ പറഞ്ഞത്. കേരളത്തിൽ നിങ്ങൾ അതാണ് പറഞ്ഞത്. അല്ല, ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത് ഇതല്ലേ? ഈ കിരീടം, ഈ മാതാവിന് ചാർത്തിയ കിരീടം കൈരളിയുടെ ക്യാമറാമാൻ തട്ടി താഴേക്ക് ഇടുന്നു എന്നുള്ള പ്രചരണമല്ലേ നിങ്ങൾ നടത്തിയത്? അത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടും അതിനെ ഒന്ന് അപലപിക്കാൻ പോലും നിങ്ങളുടെ ആരെങ്കിലും തയ്യാറായില്ലേ? പറഞ്ഞില്ലേ ശങ്കുട്ടി ദാസിനെ നിങ്ങൾ തള്ളി പറയുമോ? പാർട്ടിയല്ല ശങ്കുട്ടി ദാസിനെ നിങ്ങൾ തള്ളി പറയുമോ? അദ്ദേഹം പറയുന്നത് തെറ്റാണെന്ന് പറയുമോ? കൈരളിയുടെ വാർത്താ സംഘം ആ പരിപാടി കവർ ചെയ്യാൻ പോയിട്ടില്ല. കൈരളിയുടെ വാർത്താ സംഘം ആ പരിപാടി കവർ ചെയ്യാൻ പോയിട്ടില്ല. എന്നാൽ പിന്നെ നിങ്ങൾക്ക് അത്ര ഉത്തരവാദിത്തമുണ്ടെങ്കിൽ ശങ്കുട്ടി ദാസ് പറഞ്ഞത് തെറ്റാണെന്ന് പറയാം. ശങ്കുട്ടി ദാസ് പറഞ്ഞ് തെറ്റാണെന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? അത് പറയാനുള്ള സത്യസന്ധത നിങ്ങൾക്കുണ്ടോ? അത് പറയും. അതാണ് രാഷ്ട്രീയമായ അന്തസ്സ്. വ്യക്തിപരം ഞാൻ പറയാം, ആരായിക്കോട്ടെ സർ, സനോജ ആരായിക്കോട്ടെ, വസ്തുനിഷ്ഠമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനകൾ ആര് നടത്തിയാലും തെറ്റാണെന്ന് നമ്മുടെ പക്ഷം. പാർട്ടികളല്ല സ്പെസിഫൈ ചെയ്ത് അഭിപ്രായം പറയാൻ തയ്യാറുണ്ടോ? അഭിപ്രായം പറയാൻ കഴിയുമോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞത് നിങ്ങളിപ്പോ തൃശ്ശൂരെ സംഭവത്തെ പോലെ ഇങ്ങനെ നടത്തുന്നു. പ്രധാനപ്പെട്ട ഉദാഹരണമാണ് മറ്റൊരു ഉദാഹരണമാണ് കാസർഗോഡ് സമീപകാലത്ത് നടന്ന സംഭവം. അത് നിഷേധിക്കാൻ കഴിയും? കാസർഗോഡ് ബുർക്ക ധരിച്ച വിദ്യാർത്ഥികൾ ബസ് തടഞ്ഞപ്പോൾ ഇത് കേരളത്തിൽ ബുർക്ക ധരിക്കാതെ ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല എന്ന് പ്രചരിപ്പിച്ചു. ഇല്ല എന്ന് പറയാൻ കഴിയോ? നിഷേധിക്കാൻ കഴിയോ? ആരാ പ്രചരിപ്പിച്ചത്? CPM ആണ് പ്രചരിപ്പിച്ചത്. തൃണമൂൽ കോൺഗ്രസ് ആണ് പ്രചരിപ്പിച്ചത്. കോൺഗ്രസ് ആണ് പ്രചരിപ്പിച്ചത്. നിങ്ങൾ പ്രചരിപ്പിച്ചു. കയ്യോടെ പിടിക്കപ്പെടുമ്പോ അതെല്ലാം പോട്ടെ. ശങ്കുട്ടിദാസ് RSS അല്ലേ? ശങ്കുട്ടിദാസ് RSS അല്ലേ? ശങ്കുട്ടിദാസ് ഏത് പ്രത്യക്ഷത്തിൽ വിശ്വസിക്കുന്ന ആളാ? ജനങ്ങളെ ജാതിയുടെ പേര് പറഞ്ഞുകൊണ്ട് വർഗീയ വിവേചനം നടത്തില്ല. നിങ്ങൾ വർഗീയ വിവേചനം നടത്തില്ലേ? രക്ഷപ്പെടാൻ നോക്കല്ലേ? മുട്ടനാടുകളെ തമ്മിലടിപ്പിക്കുന്ന ചെന്നായുടെ റോളാണ് നിങ്ങൾ ചെയ്യുന്നത്. ഈ കേരളത്തിൽ നിങ്ങൾ ചെയ്യുന്നത് മുട്ടനാടുകളെ തമ്മിലടിപ്പിക്കുന്ന ചോരടിപ്പിക്കുന്ന ചെന്നായുടെ റോളിലേക്ക് നിങ്ങൾ മാറുകയാണ്. അത് നിങ്ങൾ ബാബരി മസ്ജിദിന്റെ കാര്യമായിക്കോട്ടെ, ഗുജറാത്തിന്റെ കാര്യമായിക്കോട്ടെ, ബാബരി മസ്ജിദിന്റെ കാര്യമായിക്കോട്ടെ, നിങ്ങൾ ഗുജറാത്തിലേക്ക് മറ്റും പോകാതെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലല്ലേ അയാളുള്ളത്. ശങ്കുട്ടിദാസ് പറഞ്ഞതിനെ നിങ്ങൾ അപലപിക്കുകയെങ്കിലും ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞ സരോജ, ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയുടെ ഔദ്യോഗികമായിട്ട് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞോ? ഇല്ലല്ലോ. സംസ്ഥാന നേതൃത്വം പറഞ്ഞോ? ഇല്ലല്ലോ. ജില്ലാ പ്രസിഡന്റ് പറഞ്ഞോ? ഇല്ലല്ലോ. ആരാണ് ഉന്നയിച്ചത്? തെറ്റാണ്. അല്ല, കെ സുരേന്ദ്രൻ പറഞ്ഞാൽ മാത്രമേ ഔദ്യോഗികമാവുകയുള്ളൂ. ഔദ്യോഗികമായിട്ട് അല്ലാത്തൊരു നിലപാടിന്റെ പേര് നിങ്ങൾ സുരേന്ദ്രൻ പറഞ്ഞ നിലപാടാണ് ഔദ്യോഗികം. അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് പറയട്ടെ. നിങ്ങളുടെ ഔദ്യോഗികമായ നിലപാട് പറയാനാണ് നിങ്ങൾ വക്താക്കളെ അയക്കുന്നത്. നിങ്ങളുടെ ഔദ്യോഗികമായ നിലപാട് പറയാൻ നിങ്ങൾ വക്താക്കളെ അയക്കുന്നത്. എന്നാൽ ഇപ്പൊ അയാളെ തള്ളിപ്പറയും. നിങ്ങൾ അയാളെ തള്ളിപ്പറയും. വക്താവ് ചാനൽ ചർച്ചയിലാണോ പറഞ്ഞത്? നിങ്ങൾ അയാളെ ചാനൽ ചർച്ചയിലാണോ പറഞ്ഞത്? പറഞ്ഞിട്ടുണ്ട്. അയാളത് പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കൈരളി ചാനൽ ആ പരിപാടി കവർ ചെയ്യാൻ പോയിട്ടില്ല. അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം കള്ളം കയ്യോടെ പിടിക്കപ്പെട്ടിട്ട് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ തള്ളിപ്പറ. ശങ്കുട്ടിദാസ് ഒരു സംഘടന സംവിധാനം BJP. അങ്ങനെ എല്ലാ ആളുകളും പറയുന്ന പറഞ്ഞത് കയ്യോടെ ഇത്തരം കാര്യങ്ങൾ പിടിക്കപ്പെടുമ്പോ പറയുകയാണ്. കാസർഗോഡെ സംഭവം ഇത് സമാനമായ സംഭവമായിരുന്നു. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നിങ്ങൾ ഹിന്ദു വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് കേരളത്തിൽ മോദിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടികൾക്ക് തുടക്കമായിരിക്കുകയാണ്. 2 ആഴ്ചക്കിടെ 2ാം തവണ മോദി വരുമ്പോൾ കേരളത്തിന്റെ മതേതരത്വം തന്നെ
സംരക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാട് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ ചർച്ച മുന്നോട്ട് പോയത്. ഒപ്പം സംഘപരിവാർ നടത്തുന്ന നുണപ്രചരണങ്ങളെ തുറന്നു കാണിക്കാൻ കൂടിയുള്ള വേദിയായി ന്യൂസ് ആൻഡ് വ്യൂസ് ഉപയോഗപ്പെടുത്തുകയായിരുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും വളരെയധികം നന്ദി.